ഏതായിരുന്നാലും എൻ്റെ ചോദ്യം അവിടെ കിടക്കുന്നു, ബാക്കവിയുടെ ഉത്തരം കൂടെ കിടക്കുന്നു. എൻ്റെ ഏത് ചോദ്യത്തിനാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത്? ഞാനിവിടെ മഹാന്മാരെ വിളിച്ചു തേടുന്നതിനെ കുറിച്ച് തെളിവ് ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മൂപ്പർ പറയാതിരുന്നത്. ഇപ്പൊ ചോദിച്ചല്ലോ, ചോദിച്ചത് തെളിവ് പറഞ്ഞോ? ഞാൻ ചോദിച്ച ചോദ്യം എന്താ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണ്ടേ? കുലിദോല്ലദീന സഅംതും മിൻ ദൂനി ഫലാ യംലികൂന കശ്ഫദുരിയൻകും വലാ തഹ്വീല. ദുആഇനെ സംബന്ധിച്ച സൃഷ്ടികളോട് ദുആ ചെയ്താൽ അവർ കേൾക്കുകയില്ല, അവർക്ക് ഉത്തരം നൽകാൻ കഴിയുകയില്ല എന്ന് ക്ലിയറായി പറഞ്ഞു. ഇപ്പൊ മുസ്ലിയാർ പറയാണെന്ത്? മലക്കുകൾ സഹായിക്കും, നിങ്ങൾക്ക് വിശ്വാസമല്ലേ? അപ്പൊ പിന്നെ അത് മരിച്ചവർക്കും വകവെച്ചു കൊടുത്താൽ പോരെ? ഞാൻ മലക്കുകൾ സഹായിക്കുമോ ഇല്ലയോ എന്നല്ല ഞങ്ങൾ ചോദിച്ചത്. മലക്കുകൾ എങ്ങനെയൊക്കെയാണ് സഹായിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഖുർആനിൽ തന്നെ കൃത്യമായ രേഖയുണ്ട്. യഹ്ഫദൂനഹു, മലക്കുകൾ അവരെ സത്യവിശ്വാസികളെ മനുഷ്യരെ സംരക്ഷിക്കും എന്നുള്ള കാര്യം ഖുർആനിലും സ്ഥിരപ്പെട്ടതാണ്, ഹദീസിലും സ്ഥിരപ്പെട്ടതാണ്. മലക്കുകൾ സഹായിക്കുമോ ഇല്ലയോ എന്നല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചത്. നേരെ മറിച്ച് റബ്ബിനോട് മാത്രം നടത്തേണ്ട ദുആ സൃഷ്ടികളോട് നടത്താൻ പറ്റുമോ എന്നാ ചോദ്യം. മനസ്സിലായില്ലേ? മലക്കുകൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രകാരം പ്രവർത്തിക്കും, ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവർ സഹായിച്ചെന്നിരിക്കും. മലക്കുകളോട് സഹായം തേടാം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടോ? നിങ്ങൾ മലക്കുകളെ വിളിച്ചോളൂ, എവിടുന്ന് എത്ര ദൂരത്തിൽ എവിടുന്ന് എങ്ങനെ വിളിച്ചാലും മലക്കുകൾ കേൾക്കും, ഉത്തരം ചെയ്യുമെന്ന് ഞാൻ എവിടെയാണ് പറഞ്ഞത്? എന്റെ പേരിൽ നിങ്ങൾ കള്ളം ആവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മലക്കുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇസ്തിഗാസ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ജിന്നുകളോട് ഇസ്തിഗാസ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മലക്കുകളുടെ ലോകത്തെക്കുറിച്ചോ ജിന്നുകളുടെ ലോകത്തെക്കുറിച്ചോ അവരുടെ പ്രവർത്തന രീതിയെക്കുറിച്ചോ ഹദീസുകളിലോ ഖുർആനിലോ വന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അവരോട് ദുആ ചെയ്യാമെന്നോ ഇസ്തിഗാസ ചെയ്യാമെന്നോ അത് അനുവദനീയമാണെന്നോ ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു സത്യവിശ്വാസിയും ഒരു മുവഹിദും അത് പറയുകയുമില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശിർക്കാണ് എന്ന് കഴിഞ്ഞ വോയിസിൽ ഞാൻ കൃത്യമായി ബോധ്യപ്പെടുത്തി. കള്ളം ആവർത്തിച്ചാൽ അത് സത്യമാവുകയില്ല മുസ്ലിയാരെ എന്നാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ വിഷയത്തിന് ഉത്തരമില്ല. ഇനി രണ്ടാമത് ഞാൻ ചോദിച്ചത് എന്താ? ഇമാം നവവി റഹിമഹുല്ലാഹ് കൃത്യമായി പറഞ്ഞു, സമനു തക്ലീഫിലാണ് അത് സംഭവിക്കുക. ഇവിടെ മുസ്ലിയാർ കോട്ടിമാട്ടി അദ്ദേഹം പറയുന്നു, ഇവിടെ ദാറു തക്ലീഫിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളെ മുഅ്ജിസത്ത് എന്ന് വിളിക്കാൻ പറ്റുമോ, കറാമത്ത് എന്ന് വിളിക്കാൻ പറ്റുമോ എന്നതാണ് ചർച്ച. പച്ചക്കളവാണ് പറഞ്ഞത്. ഉണ്ടാവുകയില്ല, കറാമത്ത് സംഭവിക്കുകയില്ല, ഇഖ്തിയാരിയായ കറാമത്ത് സംഭവിക്കുകയില്ല, മുഅ്ജിസത്ത് ഉണ്ടാവുകയില്ല. മൂസാ റസൂലുള്ളാഹി അലൈഹി സ്വലാമിന് മുഹമ്മദ് നബി കണ്ടു എന്നുള്ളതും മൂസാ നബിയുടെ മുഅ്ജിസത്തല്ല. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും ഒരു മുസ്ലിയാരുടെ വിവരങ്ങൾ നിങ്ങൾക്ക് വേണ്ടേ? മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ താൻ നബിയാണ് എന്ന് തന്റെ അനുവാചകർ അല്ലെങ്കിൽ പ്രബോധിതരെ തെളിയിക്കാൻ വെല്ലുവിളിയുടെ സ്വരത്തിൽ കാണിക്കുന്ന മൂസാ നബിക്ക് ആരെയാണ് താൻ നബിയാണ് എന്ന് തെളിയിക്കേണ്ട ആവശ്യം? നിങ്ങൾ പറ. മൂസാ നബി മരണശേഷം മുഅ്ജിസത്ത് കാണിച്ചു എന്നോ? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിന്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ ആലമുൽ ബർസഖിൽ നടക്കുന്നതൊക്കെ പതിവിന് വിരുദ്ധമായ കാര്യമാണ്. ആർക്കാണ് സംശയം? ആലമുൽ ബർസഖ് എന്ന് പറഞ്ഞാൽ അത് പരലോകല്ലേ? പരലോകത്ത് നടക്കുന്ന ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ആലമുൽ ബർസഖിൽ അത്ഭുതങ്ങളാണുള്ളത്. അവിടുത്തെ റബ്ബിന്റെ ശിക്ഷയും അത്ഭുതമാണ്. അവിടുത്തെ അള്ളാഹു സത്യവിശ്വാസികൾ കൊടുക്കുന്ന നഈമും അത്ഭുതമാണ്. ദുനിയാവിൽ നടക്കുന്ന രീതിയിലല്ല. അവിടെ അത്ഭുതങ്ങളും അത്ഭുതകരമായ ശിക്ഷയും രക്ഷയും ഒക്കെ ഖബറിൽ ഉണ്ടാകും എന്നുള്ളത് അത് മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും രേഖയായി ധരിക്കണം. മുഅ്ജിസത്ത് ഉണ്ടാവുകയില്ല എന്നാണ് കൃത്യമായി പറഞ്ഞത്. മനസ്സിലായില്ലേ? അദ്ദേഹം അങ്ങനെ തന്നെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ മുഅ്ജിസത്തിനെ കുറിച്ച് പറയുന്നിടത്ത് മുഅ്ജിസത്ത് ഉണ്ടാകൽ ദാറു തക്ലീഫിലേക്ക് ഖൈദാക്കപ്പെട്ടിട്ടുണ്ടെന്നാ. പരലോകത്ത് നടക്കുന്ന അത്ഭുതത്തിന് മുഅ്ജിസത്ത് എന്ന് പറയാൻ പറ്റുമല്ലോ എന്നല്ല ചോദ്യം. ഇവിടെ നമ്മുടെ തർക്ക വിഷയം എന്താണ് എന്ന് പോലും വിട്ടുപോയി. നിങ്ങൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മുഅ്ജിസത്ത് കറാമത്ത് ഉണ്ടാകുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ആര് എവിടുന്ന് എങ്ങനെ വിളിച്ചാലും കേൾക്കാനും ഉത്തരം ചെയ്യാൻ കഴിയുമെന്നും അവരുടെ കണ്ണിനും കാതിനും ഒക്കെ അള്ളാഹു ദിവ്യശക്തി നൽകുമെന്നുമുള്ള പച്ച ശിർക്കിന്റെ വിശ്വാസമാണ് നിങ്ങൾ മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുണ്ടാകൂല എന്നാണ് ഞാൻ ഇവിടെ തെളിയിച്ചത്. നിങ്ങൾ എവിടെ ഉത്തരം പറഞ്ഞു? ഒരു ഉത്തരവും നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാനത് അതിന് വ്യക്തമാക്കാൻ വേണ്ടി ഒരു ചോദ്യം ഞാൻ ചോദിച്ചു, നിങ്ങൾ തൊട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കയ്യും കണക്കുമില്ലാതെ കഴിവുണ്ടെങ്കിൽ, മരണശേഷവും മുഅ്ജിസത്ത് പ്രകടിപ്പിക്കാൻ കഴിയുമെങ്കിൽ, എന്തുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് സാധിച്ചിട്ടില്ല? ഇഷ്ടപ്പെട്ട ആളായിട്ടും അബൂ ത്വാലിബിന് ഹിദായത്ത് നൽകാൻ എന്തുകൊണ്ട് സാധിച്ചില്ല? ഇതാണ് എന്റെ ചോദ്യം. എന്തുകൊണ്ട് സാധിച്ചില്ല? അതുകൊണ്ട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഖിദി നഫ്സക മിനന്നാർ, നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല. നരകത്തിൽ നിന്ന് നിന്റെ നഫ്സിനെ നീ രക്ഷിച്ചോളണം എന്ന് പറയുമ്പോൾ ഉടനെ നബി പറയുന്നത് വല ആംലികു ലക്കി ലറൻ വല നഫഅന, ഗുണദോഷങ്ങൾ ഉടമപ്പെടുത്താത്തത് കൊണ്ടാണ് എന്നോട് ആ കാര്യം പറയേണ്ടത്. അപ്പൊ നിങ്ങൾ പറയാണ് നബിക്ക് ഗുണദോഷങ്ങൾ ഉടമപ്പെടുത്തുന്നുണ്ട്, പക്ഷേ എന്താണ് നബിയോട് നരകമോചനം ചോദിക്കാൻ പാടുണ്ട്, താൻ അത് അനുവദനീയവുമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ അമലുകൾ കുറഞ്ഞു പോകുമോ എന്ന് കരുതിയിട്ടാണ്. അപ്പൊ നബി കള്ളം പറഞ്ഞു എന്നല്ലേ? ലാ അംലിക്കു നബി പറയാൻ പാടുണ്ടോ? നിങ്ങൾ ഉത്തരം പറഞ്ഞു. ഞാൻ ചോദിച്ച ഏത് ചോദ്യത്തിനാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത്? ഒരു ചോദ്യവും നിങ്ങൾ തൊട്ടിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയങ്കരനായ നമ്മുടെ ശംസുദ്ദീൻ മൗലവി വല്ലാതെ പ്രകോപിതനാകുന്നുണ്ട് എന്ന് സംശയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും മറ്റുമൊക്കെ വല്ലാത്തൊരു പ്രകോപനം കാണുന്നുണ്ട്. അങ്ങനെയൊന്നും ആവശ്യമില്ല. നമ്മൾ ദീനിന്റെ കാര്യമല്ലേ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലാ മുഅ്ജിസത്ത് ദാറു തക്ലീഫിലേ ഉണ്ടാകൂ എന്നല്ലേ പറഞ്ഞത്? എന്നാൽ അത്ഭുത സംഭവങ്ങൾ ദാറു തക്ലീഫിലെ മഹാന്മാരിൽ നിന്ന് ഉണ്ടാകൂ എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടില്ല. നിങ്ങളും പറയുന്നു അത്ഭുതങ്ങൾ മഹ്ശറയിലും അതുപോലെ തന്നെ മരണത്തിന് ശേഷവും മഹാന്മാരിൽ നിന്ന് ഉണ്ടാകും എന്ന് നിങ്ങളും സമ്മതിക്കുന്നു. അപ്പൊ പിന്നെ മുഅ്ജിസത്ത് ഉണ്ടാകൂല. മുഅ്ജിസത്ത് എവിടെ നിന്ന് ഉണ്ടാകുള്ളൂ? മുഅ്ജിസത്ത്
ദാറു തക്ലീഫിൽ ദുനിയാവിലെ ഉണ്ടാകൂ, അത് തഹദ്ദിയോട് ഇഖ്തിറാൻ ആവണം, എന്നാലേ മുഅ്ജിസത്ത് ഉണ്ടാകുള്ളൂ. അത്ഭുതങ്ങൾ മഹാന്മാരിൽ നിന്ന് മരണത്തിന് ശേഷവും ഉണ്ടാകും. ഉറപ്പനല്ലേ? അതിനല്ലേ ഞാൻ ഹബീബ പറഞ്ഞ അതിന് മുഅ്ജിസത്ത് എന്ന് പറയില്ല. അത്ഭുതങ്ങൾ മരണത്തിന് ശേഷം ഉണ്ടാകും, അതിന് മുഅ്ജിസത്ത് എന്ന് പറയൂല. ദുനിയാവിൽ നടക്കുന്ന അത്ഭുത സംഭവങ്ങൾ അമ്പിയാക്കളിലൂടെ നടക്കുന്നതിനെ മുഅ്ജിസത്ത് എന്ന് പറയൂ. അല്ലാതെ അത്ഭുത സംഭവങ്ങൾ അഥവാ ഖൽഖുൽ അദാ, വഫാത്തിന് ശേഷം മഹത്തുക്കളിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് മഹാനായ ഇമാം നബവി തങ്ങൾ പറഞ്ഞിട്ടില്ല. മറിച്ച് മുഅ്ജിസത്ത് ഉണ്ടാകൂല എന്നാ പറഞ്ഞത്. കാരണം ആ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾക്ക് മുഅ്ജിസത്ത് എന്ന് പറയില്ല, ആ സാങ്കേതിക ശബ്ദം ഉപയോഗിക്കില്ല എന്നാണ് ഇമാം നബവി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങളും അംഗീകരിച്ചല്ലോ. പിന്നെ ഞാൻ കളവ് പറഞ്ഞു എന്ന് ഈ പറയുന്നതിൽ എന്താ ഉള്ളത്? പിന്നെ പ്രിയങ്കരനായ സഹോദരൻ ശംസുദ്ദീൻ മൗലവി ഒരു കാര്യം ശ്രദ്ധിക്കാതെ പോയി എന്ന് തോന്നുന്നു. സയ്യിദ്ന അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ഷഫാഅത്തിനെ ചോദിക്കുകയാണ്. നബിയെ ഷഫാഅത്ത് ചെയ്യണം, നബിയെ ഷഫാഅത്ത് ചെയ്യണേ നബിയെ എന്ന് ചോദിക്കുകയാ. നബിയോട് ചോദിക്കാൻ പറ്റുമോ ഷഫാഅത്ത്? നബിക്ക് ഷഫാഅത്ത് ഉടമപ്പെടുത്തുന്നുണ്ടോ? നബിക്ക് ഷഫാഅത്തിന്റെ ഉടമാവകാശമുണ്ടോ? നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇല്ലെന്നല്ലേ? ലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല. നബിക്ക് ഉടമാവകാശം ഇല്ലല്ലോ ഷഫാഅത്തിന്. എന്നിട്ട് നബി എന്താ പറഞ്ഞത്? അന ഫായിലു, ഞാൻ ചെയ്തോളാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, നബിക്ക് ഉടമാവകാശമില്ല, നബിക്ക് അള്ളാഹ് കൊടുത്തിട്ടില്ല എന്ന നിങ്ങളുടെ വാദത്തെ പൊളിക്കുന്നതാണ് ഹദീസ്. നബി പറയാണ് എന്നോട് ചോദിക്കല്ല, അത് അള്ളാഹിനോട് ചോദിക്കുക, എന്റെ ഷഫായത്ത് എന്നോട് ചോദിക്കരുത്, കാരണം എനിക്ക് അതിന്റെ ഉടമാവകാശം ഇല്ല. നിനക്കറിയില്ലേ, ഞാൻ എന്റെ മകൾ ഫാത്തിമയോട് തന്നെ പറഞ്ഞത് അൻഖിദി നഫ്സകി മിനന്നാർ എന്ന് പറഞ്ഞത് അനസേ നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കേണ്ട നബി അതല്ല ചോദിച്ചത്. അനഫായിലു, അള്ളാഹ് എനിക്ക് വകവെച്ച് തന്നതാണത്, ഞാനത് ചെയ്തോളും എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അല്ലേ? അപ്പൊ നിങ്ങളെ ആ വാദം പൊളിഞ്ഞു. നബിക്ക് അള്ളാഹ് വകവെച്ച് കൊടുത്തിട്ടില്ല എന്ന വാദം പൊളിഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിച്ചു അത് മരണത്തിന് ശേഷം ഷഫാഅത്ത് ചെയ്യാനുള്ള തെളിവ് എവിടെയെന്ന് നിങ്ങൾ കഴിഞ്ഞ ചോദ്യത്തിൽ എന്നോട് ചോദിച്ചു. അപ്പോഴാ ഞാൻ വറഫഅനാലക ദിക്റക് എന്ന ആയത്തിന്റെ തഫ്സീർ ഇമാം റാസിയെ തൊട്ട് എടുത്തുദ്ധരിച്ചല്ലോ. ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾ, ഈ മുസ്ലിം ലോകത്തെ ഉമ്മത്തിലുള്ള ആളുകൾ റസൂലുള്ളാഹിന്റെ ഖബറിൽ ചെന്നിട്ട് നബി തങ്ങളോട് ഷഫാഅത്ത് ചോദിക്കും. അവരുടെ ദുനിയാവിന്റെ വിഷയത്തിൽ, അവരുടെ ആഖിറത്തിന്റെ വിഷയത്തിൽ നബിയെ സഹായിക്കണം, നബിയെ അങ്ങയുടെ ശുപാർശ വേണം നബിയെ എന്ന് ഖബറിൽ ചെന്ന് ചോദിക്കുന്ന വിഷയം ഇമാം ഫഖ്റുദ്ദീൻ അർ-റാസി തങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ തൊട്ടുനോക്കിയോ? എന്നിട്ട് വീണ്ടും പറയാ ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് അണികളെ ഇങ്ങനെ ഒരു സമാധാനത്തിന് വേണ്ടി അത് നിങ്ങൾക്ക് പറയാം, അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല, അതൊക്കെ സംവാദത്തിന്റെ ഒരു ഭാഗമാണ്, നിങ്ങൾ അതൊക്കെ പറഞ്ഞോളൂ. പക്ഷേ മറുപടി കൃത്യമാണ്, വ്യക്തമാണ്. എന്നിട്ടും നിങ്ങൾ അത് ഞാൻ പറയുന്ന മറുപടിയുടെ പോരായ്മ പറയാനെങ്കിലും അതിനൊന്ന് ടച്ച് ചെയ്യണ്ടേ നിങ്ങൾ? ഞാൻ പറയുന്ന മറുപടിയുടെ പോരായ്മ പറയാനെങ്കിലും ഞാൻ ആ ഉദ്ധരിച്ച ഉദ്ധരണികളെ നിങ്ങളൊന്ന് തൊട്ടു നോക്കണ്ടേ? നിങ്ങളത് ചെയ്തിട്ടില്ല, നിങ്ങളത് കാണാത്തതുപോലെ പോവുകയാണ്. എന്തു പറ്റി? പ്രിയങ്കരനായ സഹോദരന്റെ 8ാമത്തെ ചോദ്യം അബൂ ത്വാലിബിനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ എണ്ണപ്പെട്ട ചോദ്യങ്ങളെ നിങ്ങളുടെ കയ്യിൽ ഇനി ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത് ഉപയോഗിക്കണം, വിനിയോഗിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ കൃത്യമായി വരുന്നത് കൊണ്ടായിരിക്കണം ഇപ്പോൾ ചോദ്യത്തിന് ശംസുദ്ദീൻ മൗലവിക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്നതായി മനസ്സിലാകുന്നു. ഏതായാലും പ്രിയ സഹോദര, നിങ്ങളുടെ ചോദ്യം അബൂ ത്വാലിബിന് എന്തുകൊണ്ട് ഹിദായത്ത് കൊടുക്കാൻ നബിക്ക് കഴിഞ്ഞില്ല എന്നതാണ്. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ, നിങ്ങളുടെ കൂടുതലുള്ള പഠനത്തിന് വേണ്ടി ഞാൻ തുറന്നു തരുന്ന ഒരു വേദിയാണെന്ന് മനസ്സിലാക്കുക. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഖൈറാൻ. അബൂ ത്വാലിബ് ഈമാൻ കൈക്കൊണ്ടിട്ടുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ ലോക മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വൈവിധ്യങ്ങളുണ്ട്. ഉദാഹരണം അസ്നൽ മതാലിബ് ഫീ നജാത്തി അബീ ത്വാലിബ് എന്ന ഒരു ഗ്രന്ഥമുണ്ട്. താങ്കൾ ഒരാവർത്തി അതെങ്കിലും ഒന്ന് എടുത്ത് വായിക്കണം. ധാരാളം ഈ വിഷയത്തിൽ അബൂ ത്വാലിബിന്റെ വിഷയത്തിൽ ധാരാളം ഗ്രന്ഥങ്ങൾ ഇന്ന് ലോക പണ്ഡിതന്മാർ, അംഗീകരിക്കപ്പെടുന്ന മഹത്തുക്കൾ രചിച്ചിട്ടുണ്ട്. പലരും അഭിപ്രായപ്പെടുന്നത് അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിച്ച് പ്രബോധനം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ്. ഇത് വെറുതെ പറഞ്ഞതല്ല, അതിനാ ഞാൻ ഗ്രന്ഥം എടുത്തുദ്ധരിച്ചത്. നിങ്ങൾക്ക് തുടർ വായനയ്ക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. വേറെയും ഗ്രന്ഥങ്ങൾ ഈ വിഷയമായി ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്, രചിക്കപ്പെട്ടിട്ടുണ്ട്. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന. ഇത് അബൂ ത്വാലിബ് ചൊല്ലിയ പദ്യമാണ്.
എനിക്കറിയാം മുഹമ്മദിന്റെ മതം ഏറ്റവും സുന്ദരമായ ഹൈറായ സത്യത്തിന്റെ മതമാണെന്ന് ഞാനത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അബൂ ത്വാലിബ് തന്നെ പറഞ്ഞ വാചകം അവരതിന് രേഖയാക്കുന്നുണ്ട്. അതുപോലെ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ ആ മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണിക്കുന്നുണ്ട്, പല ഹദീസുകളും കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നു, യഥാർത്ഥത്തിൽ അബൂ ത്വാലിബ് ഈമാൻ കൈക്കൊണ്ടിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ അത് സ്വീകരിക്കാതിരുന്നത്, പ്രകടമാക്കാതിരുന്നത്? ഈമാൻ പ്രകടമാക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ചും അവർ ചർച്ച ചെയ്യുന്നു. അഥവാ അബൂ ത്വാലിബ് ഈമാൻ പ്രകടിപ്പിച്ചിട്ടില്ല. എന്താണ് അതിനുള്ള കാരണം? അവർ പറഞ്ഞു, കാരണം ഖുറൈശികൾക്ക് ഇടയിൽ അബൂ ത്വാലിബിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു. ആ സ്ഥാനം ഒന്നുകൊണ്ട് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബൂ ത്വാലിബിന് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അബൂ ത്വാലിബ് എങ്ങാൻ പ്രത്യക്ഷത്തിൽ നബിപക്ഷത്ത് ചേർന്ന് ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അബൂ ത്വാലിബിന്റെ വാക്കിനെ അവർ വിലപിക്കില്ല എന്ന് അബൂ ത്വാലിബ് മനസ്സിലാക്കിയത് കൊണ്ടാണ് പ്രത്യക്ഷത്തിൽ ഇസ്ലാം അദ്ദേഹം സ്വീകരിക്കാതിരുന്നത് എന്ന് ഈ മഹത്തുക്കളായ പണ്ഡിതന്മാർ ന്യായം കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനി മൗലവി സാഹിബ് അടുത്ത സമയത്ത് ചോദ്യവുമായി വരാനുള്ള സാധ്യതയുണ്ട്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അബൂ ത്വാലിബിനാണ്. അദ്ദേഹത്തിന്റെ കാലിന്റെ താഴെ എന്ത് വെക്കും? ഒരു തീക്കട്ട വെക്കും. അത് കാരണം തലച്ചോറ് തളച്ചിമറിയും എന്നൊക്കെ ഹദീസിലുണ്ടല്ലോ അദ്ദേഹം നരകത്തിലാണെന്ന്. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹം നരകത്തിലല്ലല്ലോ, സ്വർഗത്തിലാവണ്ടേ എന്ന ചോദ്യം സ്വാഭാവികമായും അടുത്തതായി മൗലവി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതും പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഈ ഹദീസ് തന്നെ അദ്ദേഹം ഈമാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതിന് പണ്ഡിതന്മാർ രേഖയാക്കുകയാണ്. കാരണം ഒരു കാഫിറായ മനുഷ്യന്, അവിശ്വാസിയായ മനുഷ്യന് ഒരിക്കലും ആഖിറത്തിലെ അദാബ് ലഘുവാക്കി കൊടുക്കൂല അള്ളാഹു അമുസ്ലിമായ സത്യനിഷേധിയായ ഈമാനില്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യൂല? നരകത്തിലെ അദാബ് അല്ലാഹു തആല ലഘുവാക്കി കൊടുക്കുകയില്ല. അബൂ താലിബിന്റെ കാര്യത്തിലോ അല്ലാഹു തആല അദ്ദേഹത്തിന് നരകത്തിന്റെ അദാബ് ലഘുവാക്കി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ചെറിയ ശിക്ഷയാണ് കൊടുക്കുന്നുള്ളൂ. അത് തന്നെ അദ്ദേഹം ഈമാൻ ഉൾക്കൊണ്ടു എന്നതിനുള്ള രേഖയായി ഇതേ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അബൂ ത്വാലിബ് വിശ്വസിച്ചിട്ടില്ല എന്ന് അങ്ങനെ ഉറപ്പിച്ച് പറയൽ സാധ്യമല്ല എന്ന് ചുരുക്കം. ഇനി വലൗ സുല്ലിമ, സമ്മതിച്ചു തരുന്നു വാദത്തിന് വേണ്ടി, അബൂ ത്വാലിബ് അവിശ്വാസിയാണെന്ന് വെക്കുക. നബി തങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മരണം ആസന്നമായ സമയത്ത്. അപ്പോഴാണ് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെടുന്ന ആളുകളെ നിനക്ക് ഹിദായത്താക്കാൻ കഴിയില്ല എന്ന ആയത്ത് അവതരിച്ചിട്ടുള്ളത് എന്ന ഭാഷ്യപ്രകാരം തന്നെ. അത് മാത്രമല്ലല്ലോ ഖുർആനിലുള്ളത്, ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, നബിയെ അങ്ങ് തന്നെയാണ് ഹിദായത്താക്കുന്നത് എന്നും ഖുർആനിലില്ലേ? നബിയാണ് ഹിദായത്ത് കൊടുക്കുന്നത്, നിങ്ങൾ അത് അംഗീകരിക്കോ? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത എന്ന് പറഞ്ഞ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളെ താങ്കൾ ഹിദായത്താക്കൂല നബിയെ എന്ന് പറഞ്ഞ അതേ ഖുർആൻ പറയാണ് ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, നബിയെ അങ്ങ് തന്നെ. എങ്ങനെയാ പറഞ്ഞത്? ഇന്ന തീർച്ചയായും, ക അങ്ങ്, ലതഹ്ദീ വീണ്ടും ഒന്നും കൂടി ശക്തി കൂട്ടിയല്ല, താങ്കൾ തന്നെ തഹ്ദീ ഹിദായത്താക്കും ഇലാ സിറാത്തിൻ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് താങ്കൾ തന്നെ തീർച്ചയായും ഹിദായത്താക്കും നബിയെ എന്ന് അള്ളാഹ് പറയാ. നിങ്ങളെ കാഴ്ചപ്പാടിൽ കടുത്ത ശിർക്കല്ലേ? ഖുർആനി പറഞ്ഞത് തന്നെ കടുത്ത ശിർക്കല്ലേ? നബി ഹിദായത്താക്കുവോ? നബി ഹിദായത്താക്കൂലല്ലോ, അള്ളയല്ലേ ഹിദായത്താക്കൂ. അള്ളാഹ് ഹിദായത്താക്കുന്ന ഒരുത്തേ പറയാ, മറ്റൊരു സ്ഥലത്ത് പറയാ അള്ളാഹ് അല്ല നബിയാണ്. വല്ലാത്ത വൈരുദ്ധ്യം തന്നെ. അപ്പൊ സഹോദര, അത് കൃത്യമാണ്, വ്യക്തമാണ്. അള്ളാഹുവിന്റെ ഇതിന് ഇറാദത്തിന് വിധേയമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ ഹിദായത്താക്കുന്നുണ്ട്, അള്ളാഹിന്റെ ഇതിന് ഇറാദത്തിന് വിധേയമായി. എന്നാൽ ഇതിന് ഇറാദത്ത് കൂടാതെ ഒരാളെയും ഹിദായത്താക്കാൻ ദുനിയാവിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇത് ഞാൻ നേരത്തെ കൃത്യമായി വിശദീകരിച്ചതാണ്. പക്ഷേ താങ്കൾ ഇത് മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല. മാത്രവും അല്ല, ഞാൻ പറഞ്ഞ മറുപടികളെ ഗണ്ണിക്കാൻ വേണ്ടിയെങ്കിലും താങ്കൾ, അതിന്റെ പോരായ്മ കാണിക്കാൻ വേണ്ടിയെങ്കിലും താങ്കൾ ഒന്ന് പരാമർശിക്കുന്നുമില്ല. നിങ്ങൾക്കറിയാം ഞാൻ പറയുന്ന ഉത്തരങ്ങൾ ഫിറ്റാണ്, കൃത്യമാണ്, വ്യക്തമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, ഇനി 2 അവസരങ്ങളാ ഉള്ളത്, ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. എൻ്റെ സംസാരത്തിൽ പ്രകോപനം വരുന്നുണ്ട് എന്നാണ് മുസ്ലിയാരുടെ സംശയം. മുസ്ലിയാരെ കളവ് ആരോപിക്കുമ്പോൾ അങ്ങനെയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ
ജിന്നിനോടോ മലക്കിനോടോ സഹായം തേടാം, അതുകൊണ്ട് അവരോട് ഇസ്തിഗാസ ചെയ്തോളൂ എന്ന് പ്രസംഗിച്ചിട്ടേയില്ല. പക്ഷെ നിങ്ങൾ പലവരും ഈ വിഷയവുമായി ബന്ധമില്ലാഞ്ഞിട്ട് പോലും പച്ചക്കള്ളം എൻ്റെ പേരിൽ വെച്ച് ആവർത്തിച്ചു. അത് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ജിന്നെ കാക്കണേ മലക്കെ കാക്കണേ എന്നിങ്ങനെ മലക്കിനോടോ ജിന്നിനോടോ ഇസ്തിഗാസ ചെയ്യാൻ ഞാൻ എവിടെയെങ്കിലും പ്രാർത്ഥിച്ച് ഞാൻ ക്ലാസ് എടുത്തതോ പഠിപ്പിച്ചതോ ആയത് നിങ്ങൾക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. കളവാണ് നിങ്ങൾ പറയുന്നത്. കളവ് പറയുന്നവരോട് വൈകാരികമായി പ്രതികരിക്കുക സ്വാഭാവികമാണ്. നിങ്ങളാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളം പറഞ്ഞു എന്ന് പറയുന്ന ആളാണ്. നിങ്ങളിൽ നിന്ന് ഇതിലപ്പുറവും ഞങ്ങൾ പ്രതീക്ഷിക്കും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ ഉപദ്രവങ്ങൾ ചെയ്യാൻ കഴിവുണ്ടായിട്ടും എനിക്ക് കഴിവില്ല എന്ന കള്ളം പറഞ്ഞുകൊണ്ടാണ് സ്വഹാബികളെ തർബിയത്ത് ചെയ്തത് എന്ന വിചിത്രവാദവുമായി ആവർത്തിച്ച് കടന്നു വന്ന ആളാണ് നിങ്ങൾ. അത് നബിയുടെ പേരിൽ കളവ് പറയുകയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും നിങ്ങൾ അത് തിരുത്താൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ വൈകാരികത കാണും എന്നേ ഉള്ളൂ. ഇനിയിപ്പം ഞാനിവിടെ അവസാനം ചോദിച്ചു, അബൂ ത്വാലിബിന് ഹിദായത്ത് കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? ഇനി വാദത്തിന് ഹിദായത്ത് കിട്ടിയെന്ന് വിചാരിക്കാം, അത് നബിയാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നാൽ ഒരാൾക്ക് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നബിക്ക് കഴിയില്ല? കഴിയും. അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഒരാൾ ശഫാഅത്ത് എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് ശഫാഅത്ത് കിട്ടാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യാൻ കഴിയുമെന്നേ ഉള്ളൂ. എനിക്ക് കാഴ്ച തരണം എന്നൊരു സ്വഹാബി എന്ന് പറയുമ്പോൾ അയാൾക്ക് കാഴ്ച കിട്ടാൻ വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് നടക്കും. അത് മരണപ്പെട്ട് കഴിഞ്ഞാൽ നടക്കുകയില്ല. അത് മാത്രമേ ശഫാഅത്തിന്റെ വിഷയത്തിലുള്ളൂ. അല്ലാതെ നബി സ്വന്തം അധികാരത്തിൽ നിന്ന് ശഫാഅത്ത് എടുത്തു കൊടുത്തു എന്ന് നിങ്ങൾ കള്ളമാണ് പറയുന്നത്. എനിക്ക് വ്യക്തമായി ഇവിടെ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പരലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 9 തരം ശഫാഅത്തുകൾ ഉണ്ട് എന്ന കാര്യം സലഫികൾ അംഗീകരിക്കുന്നുണ്ട്. തനിക്ക് ഇഷ്ടമുള്ള ആർക്ക് വേണ്ടി നബിക്ക് ശഫാഅത്ത് ചെയ്യാൻ അനുമതിയുണ്ട് എന്നാണോ മുസ്ലിം ധരിച്ചത്? തെളിവ് തരേണ്ടി വരും. അതല്ല ആർക്കൊക്കെ ശഫാഅത്ത് നൽകണമെന്ന് അള്ളാഹു അവിടെ പരിധി നിശ്ചയിച്ചു കൊടുക്കുമോ എന്ന് നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പരിധി വെച്ച് കൊടുക്കുമെന്ന് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നിഷേധിക്കാൻ മുസ്ലിംക്ക് കഴിയുമോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. എത്രായിരം ആളുകൾ ഏതൊക്കെ ഭാഷയിൽ വിളിച്ചാലും അതൊക്കെ നേരിട്ട് കേൾക്കുമെന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു എന്തിനാ മലക്കുകളെ വെച്ചത്? ഇന്നലില്ലാഹി മലായിക്കത്തൻ സയ്യാഹീന എന്ന് പറഞ്ഞിട്ടില്ല, സഞ്ചാരികളായ ചില മലക്കുകളുണ്ട്, അവരാണ് എനിക്ക് സലാം എത്തിച്ചു തരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എവിടുന്ന് ആര് വിളിച്ചാലും കേൾക്കുമെങ്കിൽ നമ്മൾ ലോകത്ത് സലാം പറഞ്ഞാൽ ആ സലാം എത്തിച്ചു കൊടുക്കാൻ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഏൽപ്പിച്ചത് എന്നെങ്കിലും ചിന്തിക്കേണ്ട ബാക്കവി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഏറ്റവും പ്രധാനമായും. ഇനി നിങ്ങൾ നോക്കും, ഇവിടെ കഴിഞ്ഞ തവണ ഞാൻ ചോദിച്ചു അബൂ ത്വാലിബിന് ഹിദായത്ത് കൊടുക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല. അത് ഞാൻ ചോദിച്ചത് സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ്. ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസ് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നിനക്ക് നീ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയില്ല. ആരുടെ കാര്യത്തിലാണ് നബി ഇഷ്ടപ്പെട്ടത്? അത് അബൂ ത്വാലിബിന്റെ കാര്യത്തിലാണ് എന്നുള്ളതും വ്യക്തമായി ബുഖാരി മുസ്ലിം അടക്കമുള്ള ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നഹാ നസലത് ഫീ അബീ ത്വാലിബിൻ. അപ്പോൾ അബൂ ത്വാലിബിന് ഹിദായത്ത് കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം നരകത്തിലാണ് എന്നുള്ളതും സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിലുണ്ട്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് ലഈഫാണ് എന്നാണോ? അതിന് പകരം സ്വഹാബികൾ കാഫറാണ് എന്ന് വിശ്വസിക്കുന്ന ഷിയാക്കൾ, ആ ഷിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട സൈനി ദഹ്ലാനെ പോലുള്ള തമ്മാടികൾ എഴുതി വെച്ച് കിതാബ് എടുത്തുകൊണ്ടുവന്ന് അബൂ ത്വാലിബിനെ മുസ്ലിം ആക്കിയിട്ട് എന്ത് നേടാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഖുർആനിനെതിരെ ഘടകവിരുദ്ധമായി നിങ്ങൾ സംസാരിക്കുന്നു, ഹദീസുകൾക്കെതിരെ ഘടകവിരുദ്ധമായി നിങ്ങൾ സംസാരിക്കുന്നു, ഷിയാക്കളെ ഏറ്റുപിടിച്ചുകൊണ്ടും നിങ്ങളുടെ ദുർവാദങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു. ആ സന്ദർഭത്തിൽ എന്റെ അടുത്ത ചോദ്യം എന്താണ് എന്നറിയാമോ? കൃത്യമായി ഞാൻ ചോദിക്കുകയാണ്. മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കാൻ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം മുഅ്ജിസത്ത് ദുനിയാവിലായിരിക്കണമെന്നത് ഖൈദാണ് എന്ന് ഞാൻ തെളിയിച്ചതിനെ നിങ്ങൾ തൊട്ടിട്ടില്ല. ഇനി വാദത്തിന് വേണ്ടി നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ടെങ്കിൽ ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി എന്റെ പാപങ്ങൾ പൊറുക്കണം, എനിക്ക് നരകമോചനം തരണേ എന്നിങ്ങനെ നബിയോട് ഇസ്തിഗാസ ചെയ്യാൻ പറ്റുമെങ്കിൽ ഖുർആനിൽ നിന്നോ സ്വഹീഹായ ഹദീസിൽ നിന്നോ ഒരു തെളിവ് കൊണ്ടുവരാനും പ്രാമാണികമായ ഒരു തഫ്സീർ ധരിച്ചുകൊണ്ട് ആ വിഷയം സ്ഥാപിക്കാനും നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ് എന്റെ 9ാമത്തെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയങ്കരനായ ശംസുദ്ദീൻ മൗലവി, ഇത്രത്തോളം ദേഷ്യം പിടിക്കേണ്ട ആവശ്യമില്ല. മതത്തിന്റെ കാര്യമല്ലേ, ഇസ്ലാമിന്റെ കാര്യമല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനെന്തിനാണ് ഇങ്ങനെ പ്രകോപനം? എന്തിനാണ് അങ്ങേയറ്റം അലോസരപ്പെടുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞോ, എന്റെ ഏതെങ്കിലും ഒരു വോയിസിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ മലക്കിനോട് ജിന്നിനോടും സഹായം തേടാമെന്ന് ശംസുദ്ദീൻ മൗലവി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് എന്താ? ജിന്നും മലക്കും സഹായിക്കും എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നേ ഞാനും പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? അത് സത്യല്ലേ? ഇവിടെ ജിന്നിനെയും മലക്കിനെയും കൊണ്ടുവന്നത് ഞാനല്ല. ലാ യംലികൂന കശ്ഫദ്ദുർരി അൻകും വലാ തഹ്വീല എന്ന ആയത്ത് ഉദ്ധരിച്ചിട്ട് ആദ്യമായി ജിന്ന് മലക്ക് എന്ന പദം ഉപയോഗിച്ചത് നിങ്ങളാണ്. ഈ ആയത്തിൽ ജിന്നും മലക്കും പെടും, അവരൊക്കെയും ഒന്നിനെയും ഉടമപ്പെടുത്തുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ചോദിച്ചിട്ട്, അപ്പൊ പിന്നെ അവരൊക്കെ ഈ അദൃശ്യ ശക്തികളാണല്ലോ, അവരൊക്കെ സഹായിക്കും എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അത് ഏതടിസ്ഥാനത്തിലാണ്? അല്ലാഹു തആലയുടെ ഇതിന് ഇറാദത്തിന് വിധേയമായിട്ട് അവരൊക്കെ സഹായിക്കും എന്നല്ലേ നിങ്ങൾ അതിന് ന്യായം പറയുന്നത്?
ആ ന്യായം തന്നെയാണ് മഹാന്മാരുടെ കാര്യത്തിലും അമ്പിയാഇന്റെ കാര്യത്തിലും ഞങ്ങളും പറയുന്നത്. ഇതിന് ഇറാദത്തിന് വിധേയരായി സഹായ സഹകരണങ്ങൾ ചെയ്യും, ഇതേ ഞങ്ങളും പറയുന്നുള്ളൂ. അപ്പൊ നമ്മളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? ജിന്നും മലക്കും സഹായിക്കും നിങ്ങളും പറയുന്നു, മഹാന്മാരും അമ്പിയാക്കളും സഹായിക്കും എന്ന് ഞങ്ങളും പറയുന്നു. ഇതാണിപ്പോ വ്യത്യാസം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ജിന്നിനെയും മലക്കിനെയും ആ ആയത്തിന്റെ ലായംലികൂനയിൽ നിന്ന് ഒഴിവാക്കാൻ നിങ്ങൾ കാണുന്ന ന്യായം എന്താണോ ആ ന്യായം വിശദീകരിക്കേണ്ടത് നിങ്ങളാണ്. ജിന്നുമാർക്കും സഹായിക്കും എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതാ ഞാൻ പറഞ്ഞത്. അതിന് നിങ്ങൾ കാണുന്ന ന്യായം അതേ ന്യായം തന്നെയാണ് മഹാന്മാരുടെ കാര്യത്തിൽ ഞങ്ങളും കാണുന്നുള്ളൂ. ഉത്തരം കൃത്യമായി വരുന്നത് കൊണ്ടായിരിക്കാം പൊതുവേദിയിൽ അദ്ദേഹത്തിന്റെ നിയന്ത്രണം പ്രിയങ്കരനായ മൗലവിക്ക് നഷ്ടപ്പെട്ടു. പൊതുവേദിയിൽ ഏതൊക്കെ പദങ്ങൾ ഉപയോഗിക്കണം എന്ന് പോലും സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ ഇപ്പൊ സൈനി ദഹലാനെ പോലും പൊതുവേദിയിൽ കള്ളൻ, തെമ്മാടി എന്നൊക്കെയാണ് അദ്ദേഹം പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ ആവട്ടെ, പക്ഷേ 6 or 7 ഗ്രന്ഥങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം മൗലവി സാഹിബ്. ഒരു സൈനി ദഹല മാത്രമല്ല പറഞ്ഞത്, 6 or 7 ഗ്രന്ഥങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ടോളൂ. അബൂ ത്വാലിബ് നാജിയാണ് എന്ന് സമർത്ഥിക്കുന്ന 6 or 7 ഗ്രന്ഥങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അവരൊക്കെ കള്ളനാണെന്ന് നിങ്ങൾ പറയണം, തമ്മാടിയാണെന്ന് നിങ്ങൾ പറയേണ്ടി വരും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം കിട്ടുമ്പോൾ മഹാരഥന്മാരായ ഇമാമിങ്ങളെയും സാലിഹീങ്ങളെയും മുഴുവനും കള്ളനും കൊള്ളക്കാരനും തമ്മാടിയും ഒന്നിനും പറ്റാത്തവരുമാക്കി പൊതുജന മധ്യത്തിൽ താറടിക്കാൻ മാത്രം അങ്ങ് തരം താണ് പോയി എന്നത് ഖേദകരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരനോട് വീണ്ടും പറയാനുള്ളത്, സെൽഫ് കൺട്രോൾ, സ്വന്തം നിയന്ത്രണം. സംസാരിക്കുന്നതിന് മുമ്പ് സ്വയം നിയന്ത്രണം ഏറ്റെടുത്ത് സംസാരിച്ചാൽ ശ്രോതാക്കൾക്ക് ഉപകാരമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പ്രിയങ്കരനായ സഹോദരന്റെ എങ്കേമമായ 9ാമത്തെ ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പാപമോചനം തേടാമോ, സ്വർഗം തേടാമോ, നരകമോചനം തേടാമോ? അതുപോലെ തന്നെ ഇനി പറയാത്തത് ഞാൻ അങ്ങോട്ടേക്ക് പറയാം. നല്ല മരണം ലഭിക്കണമെന്ന് ആവശ്യപ്പെടാമോ, നല്ലോണം ഈമാനോടുകൂടെ മരിപ്പിക്കണേ എന്ന് ചോദിക്കാമോ? ഇതൊക്കെ ഹബീബിനോട് ചോദിക്കാമോ? ഇതിനൊക്കെ കൃത്യമായ ഉത്തരം സഹീഹായ ഹദീസിൽ നിന്ന് നൽകണമെന്നാണ് സുഹൃത്ത് ചോദിച്ചത്. എന്നാ കേട്ടോ, 1ാമത്തെ ചോദ്യത്തിന്റെ മറുപടി. നബി തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് സയ്യിദുനാ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നു. ബഹുമാനപ്പെട്ടവര് കടന്നു വന്ന സമയത്ത് റസൂലുള്ള തന്റെ കയ്യിനെ നീട്ടിക്കൊടുക്കുകയാണ്. കൈ നീട്ടിക്കൊടുത്തു. അംർ ഇബ്നുൽ ആസിനോട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പൊ സയ്യിദുനാ അംർ ഇബ്നുൽ ആസ് അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ലാ ഉബായിഉക ഹത്താ തഗ്ഫിറ ലീ മാ തഖദ്ദമ മിൻ ദംബി. കേട്ടോ, ഹത്താ തഗ്ഫിറ, ഗഫറ യഗ്ഫിറു, തഗ്ഫിറു, ഇതേ പ്രയോഗം. ഹത്താ തഗ്ഫിറ ലീ, നമ്മൾ അള്ളാഹിനോട് പറയില്ലേ തഗ്ഫിറ ലീ വതർഹംനീ, ല്ലേ? അള്ളാഹിനോട് പറയില്ലേ അതേ വാക്ക്, ഹത്താ തഗ്ഫിറ ലീ മാ തഖദ്ദമ മിൻ ദംബി. നബിയെ, എന്റെ മുൻകഴിഞ്ഞ ദോഷങ്ങൾ അത്രയും അങ്ങ് പോർത്ത് തരണം നബിയെ. എന്താ നബിയോട് വന്നിട്ട് അംർ ഇബ്നുൽ ആസ് പറയാ, നബിയെ, എന്റെ മുൻകഴിഞ്ഞ ദോഷങ്ങളെ മുഴുവനും അങ്ങ് പോർത്ത് തരണം നബിയെ. നബി എന്താ പറയേണ്ടത്? അംർ ഇബ്നുൽ ആസ് എന്ത് വിവരക്കേടാ പറയണത്? ഞാൻ ദോഷം പൊറുക്കുന്ന ആളാ, അതുകൊണ്ട് അള്ളഹാനോട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിക്കണേ. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി തിരിച്ചു വാ, നീ മുശ്രിക്കായി പോയിട്ടുണ്ട് എന്നല്ലേ പറയേണ്ടത്? നബി അത് പറഞ്ഞോ? പറഞ്ഞില്ല. നബി എന്താ പറഞ്ഞത്? അംറേ, മുസ്ലിം ആയതോടുകൂടെ അതിനു മുമ്പുള്ള എല്ലാ ദോഷങ്ങളും ഓൾറെഡി പൊറുക്കപ്പെട്ടു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അതിന്റെ ആവശ്യമില്ല എന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്. അല്ലാതെ മൂപ്പര് ഇസ്ലാം എന്ന് പുറത്തു പോയി എന്ന് പറഞ്ഞോ? ഇല്ല. കാരണം എന്താ? എന്താണ് അംർ ഇബ്നുൽ ആസ് ചോദിച്ചത് എന്ന് നബി തങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ കേട്ട നബിക്കും അറിയാം, ചോദിച്ച അംർ ഇബ്നുൽ ആസിനും അറിയാം. ഇത് മനസ്സിലാക്കാൻ മുജാഹിദിന് മാത്രം എന്തുണ്ടായില്ല? വിവേകമുണ്ടായില്ല. ഇനി പിന്നെ സ്വർഗം ചോദിക്കാവൂന്നാ. റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി നബി തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് വന്നിട്ട് എന്താ ചോദിച്ചത്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. സ്വർഗം വേണമെന്നല്ല പറഞ്ഞത്. നബിയെ, സ്വർഗത്തിൽ അങ്ങ് ഉന്നതമായ പദവിയിലായിരിക്കുമല്ലോ, ആ ഉന്നതമായ പദവി എനിക്ക് കിട്ടണം എന്നാ നബിയോട് ആവശ്യപ്പെട്ടത്. അത് നിങ്ങളോടാ ചോദിക്കേണ്ടത്, അള്ളഹാനോടല്ല.
നബിയെ ഞാൻ അസ്അലുക അങ്ങയോട് ആവശ്യപ്പെടുന്നു. കണ്ട, നബി എന്താ പറഞ്ഞു? പോയിട്ട് അള്ളഹാനോട് ചോദിക്കുക എന്നാണോ പറഞ്ഞത്? അല്ല, നബി പറഞ്ഞു ഞാൻ തരും, നീ ഒരു കാര്യം ചെയ്യ്, എനിക്കൊരു ഹെൽപ്പ് തിരിച്ചും ചെയ്യണം. ബി കസ്റത്തി സുജൂദ്, സുജൂദ് അധികരിപ്പിച്ച് എന്നെ ഒന്ന് സഹായിക്കണോ, ഞാൻ നിനക്ക് സ്വർഗത്തിലെ ഉന്നതമായ പദവി നൽകാം. ഖാല റസൂലുള്ളാഹി, നബി പറയാൻ. ആലോചിച്ച് നോക്ക്. അപ്പൊ സ്വർഗം കൊടുക്കാൻ നബിക്ക് കഴിയൂലേ? കഴിയും. അള്ളാന്റെ ഇതിന് ഇറാദത്തിന് വിധേയമായി സ്വർഗം കൊടുക്കാൻ അള്ളാന്റെ റസൂലിന് കഴിയും. അതെന്നെ റസൂലുള്ള ഉപയോഗപ്പെടുത്തി. ഇനിയോ വേറെ ഒരു സഹാബി വന്നിട്ട് എന്താ പറഞ്ഞത്? അഊദു ബില്ലാഹി വബിറസൂലിഹി അൻ അകൂന കവാഫിദി ആദ്. ആദിന്റെ ദൂതൻ വൃത്തികെട്ട രൂപത്തിൽ മരണപ്പെട്ടതുപോലെ മരണപ്പെടുന്നതിനെ തൊട്ട് നബിയെ അങ്ങയോട് ഞാൻ കാവല് ചോദിക്കുന്നു. ആദിന്റെ ദൂതൻ മരണപ്പെട്ട വൃത്തികെട്ട മരണം എനിക്കുണ്ടാകുന്നതിനെ തൊട്ട് നബിയെ അങ്ങയോട് ഞാൻ കാവല് ചോദിക്കുന്നു. ആദ്യം അഊദു ബില്ലാ അള്ളഹാനോട് ചോദിച്ചു, എന്നിട്ടോ വബി റസൂലി അള്ളാന്റെ റസൂലിനോടും. ഒരേ വിഷയം അള്ളഹാനോടും അള്ളാന്റെ റസൂലിനോടും കാവല് ചോദിക്കുക. നബി പറഞ്ഞോ, ഏയ് അള്ളഹാനോട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിക്കാൻ പാടില്ല, ഏയ് നീ മുശ്രിക്കായി പോയി, ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന്. ഇതൊന്നും മുജാഹിദ് കണ്ടിട്ടില്ല. ഇതാണ് പ്രശ്നം. മുജാഹിദ് ഹദീസ് കണ്ടില്ല, ഹദീസ് പഠിച്ചില്ല. അൽമനാറും തൊക്കിൽ വെച്ച് നടന്നാൽ ഈ ഹദീസുകളൊന്നും കാണൂല. മഹാന്മാരായ സഹാബത്തുൽ കിറാം നബി തങ്ങളോട് സ്വർഗം ചോദിച്ചിട്ടുണ്ട്, നരകമോചനം ചോദിച്ചിട്ടുണ്ട്, പാപമോചനം തേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചീത്ത മരണം മരിക്കുന്നതിനെ തൊട്ട് കാവലിനെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ. അതുപോലെ തന്നെ രോഗശമനം ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്. നിങ്ങളെ കാഴ്ചപ്പാടിൽ അള്ളഹാനോട് ചോദിക്കേണ്ട എത്ര ചോദ്യങ്ങളാണ് ചോദിച്ചത്? ഇതൊക്കെ അള്ളാന്റെ റസൂല് ചെയ്യാൻ പാടില്ല എന്ന് പറയല്ല, അംഗീകരിച്ച് കൊടുക്കുകയായിരുന്നില്ലേ ചെയ്തത്? അതുകൊണ്ട് ചോദ്യത്തിന്റെ ഉത്തരം ഫിറ്റാണ്. സ്വർഗം ചോദിച്ചു, നരകമോചനം ചോദിച്ചു, പാപമോചനം ചോദിച്ചു. ഇതൊക്കെയും സഹിഹായ ഹദീസാണ്. ഒന്ന് പോലും നിങ്ങളെ ഭാഷ പറഞ്ഞ വാറോലില്ല. അപ്പൊ ബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നമ്മുടെ പ്രിയപ്പെട്ട ബാഖവി, ഇസ്തിഗാസക്ക് പകരം ദുആ എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. ദുആ വേറെയാണ്, ഇസ്തിഗാസ വേറെയാണ്. അപ്പോൾ സലഫികൾ ദുആക്ക് ഇസ്തിഗാസ എന്നർത്ഥം കൊടുക്കുന്നത് ശരിയല്ല എന്ന ഒരു വിവരക്കേട് പറഞ്ഞത് ഞാനിവിടെ എടുത്ത് കേൾപ്പിച്ചതിന് ശേഷം ഇമാം ഖുർത്തുബിയുടെയും ഇമാം ബഗവിയുടെയും തഫ്സീറുകൾ ഉദ്ധരിച്ച് ഇസ്തിഗാസ എന്ന അർത്ഥം അവർ കൊടുത്തത് ഞാൻ കാണിച്ചു. എന്നിട്ട് വ്യാജ അർത്ഥമാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞു, ഞാൻ അങ്ങനെ ഇസ്തിഗാസ നടത്തല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതേ വാക്കിൽ തന്നെ അദ്ദേഹം ഇസ്തിഗാസ എന്നർത്ഥം പറയാൻ പാടില്ല എന്നുള്ള തൻ്റെ പാരമ്പര്യമായി പറഞ്ഞു പോരുന്ന കാര്യം ആവർത്തിച്ചു. തികഞ്ഞ വൈരുദ്ധ്യത്തിലാണ് ആരംഭം. മരണപ്പെട്ടു എന്ന് വിശ്വസിച്ചാൽ തന്നെ ദൈവമല്ല എന്നുള്ളതാണ് മൂപ്പരുടെ ഒരു കണ്ടുപിടുത്തം. അങ്ങനെയാണെങ്കിൽ ഇവിടെ മരിച്ചുപോയ ആൾക്കാരെ ദൈവമാക്കിയവരുടെ കഥ എന്താണെന്ന് ഞാൻ ചോദിച്ചു. ലാത്ത് മുതൽ ഇങ്ങോട്ട് ബദ്ദു സുവാ മുതൽ ഇങ്ങോട്ട് ലാത്ത് വരെയുള്ളവരൊക്കെ മരണപ്പെട്ടു പോയവരായിരുന്നല്ലോ. അവിടെയൊക്കെ ബബ്ബ എന്നാണ് പിന്നെ ബാക്കവിക്ക് പറയാനുണ്ടായത്. വലിയന് ദൈവികമായ ശക്തി ലഭിക്കും, അതായത് ഈ ഉലൂഹിയത്ത് കിട്ടുന്നതാണല്ലോ, അത് അംഗീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഉത്തരം പറയാൻ അദ്ദേഹം കൂട്ടാക്കിയില്ലെങ്കിലും പിന്നീട് അത് അംഗീകരിക്കുമെന്ന് വരുത്താനുള്ള ശ്രമം നടത്തി. അങ്ങനെ പച്ച ശിർക്കിനെ സ്ഥാപിച്ചുകൊണ്ടാണ് ബാക്കവി മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ഫലാ യംലികൂന കശ്ഫുദുരിയൻകും വലാ തഹ്വീല എന്ന് പറഞ്ഞാൽ അത് അംബിയ ഔലിയാക്കളെ വിളിച്ചു തേടിയാൽ ഉത്തരം നൽകാൻ കഴിയുകയില്ല എന്നാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം ജിന്ന് മലക്കുകളെ വിളിച്ചാലും ഉത്തരം ചെയ്യാൻ പറ്റില്ല. ശരിയാണ്. എവിടുന്ന് എങ്ങനെ ആര് വിളിച്ചാലും ഏത് ഭാഷയിൽ വിളിച്ചാലും അതൊക്കെ ജിന്നുകളും മലക്കുകളും കേൾക്കും, ഉത്തരം ചെയ്യും എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ അത് ശിർക്ക് തന്നെ. മലക്കുകൾ സഹായിക്കുമെന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലല്ല. എവിടുന്ന് ആര് വിളിച്ചാലും കേൾക്കും എന്നുള്ള നിലക്ക് സഹായിക്കുന്ന വിഷയമല്ല. നേരെ മറിച്ച് സത്യവിശ്വാസികൾക്ക് പ്രയോജനപ്രദമായ ചില കാര്യങ്ങൾ നിർവഹിക്കാൻ മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നല്ല. അതുപോലെയാണ് അംബിയ ഔലിയാക്കളുടെ കാര്യമെന്ന് പറഞ്ഞ് താരതമ്യം ചെയ്യാനാണ് നമ്മുടെ ബാക്കവി ശ്രമിച്ചത്. അതുപോലെ അംബിയ ഔലിയാക്കളെ ഏൽപ്പിച്ചതിന്റെ തെളിവാണ് ഞാനിപ്പോൾ ചോദിച്ചത് ലാസ്റ്റ്. അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾ ആദ്യം പറഞ്ഞത് മരിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ ഇലാഹാവില്ല, ലോകത്ത് ശിർക്കനുണ്ടായിട്ടില്ല എന്നാ പറഞ്ഞതിന് ചുരുക്കം. കാരണം എന്താണ്? പിന്നെ വിഗ്രഹാരാധനയുടെ തുടക്കം തന്നെ ജാർ പൂജയാണ് എന്ന് പിന്നെ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹി പോലുള്ള ആളുകൾ പറഞ്ഞ് ഞാൻ ഇവിടെ എടുത്ത് കാണിച്ചു. മനസ്സിലായില്ലേ? ഇനി ഇപ്പം അദ്ദേഹം നൽകിയിരിക്കുന്ന ഓരോ കാര്യവും നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാം. അപ്പം ഞാൻ ഇസ്തിഗാസക്ക് മുമ്പ് തെളിവായിട്ട് കൊണ്ടുവരികയാണ്. എന്ത്? പിന്നെ റബീഅ റളിയല്ലാഹു അൻഹു സ്വർഗം ചോദിച്ചില്ലേ, അവിടെ ജീവിച്ചിരിക്കുന്ന നബിയുടെ അടുത്തുനിന്ന് എനിക്ക് വേണ്ടി സ്വർഗത്തിന് വേണ്ടി ദുആ ചെയ്യാനെന്ന് പറഞ്ഞതാ. അതേപോലെ അമ്ർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപം പൊറുക്കാൻ ചോദിച്ചത്, നബിയെ പാപം പൊറുക്കണം എന്ന് പറഞ്ഞത് ഒരിക്കലുമല്ല. ഒരു ഹദീസ് ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ വന്ന എല്ലാ ഹദീസും ചർച്ചക്കെടുക്കണം. നേരെ മറിച്ച് ആ വിഷയത്തിലുള്ള ശരിയായ രൂപം എന്താണ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം തന്റെ പാപം പൊറുക്കപ്പെടണം. യാ റസൂലല്ലാഹ് ഹത്താ യുഗ്ഫറ ലീ മാ
തഖദ്ദമ മിൻ ദംബി, എന്റെ പാപത്തിൽ നിന്ന് എനിക്ക് പൊറുക്കപ്പെടണം, അല്ല നബി പുറത്തു തരണം എന്ന അർത്ഥത്തിലല്ല. ഭാഷാപരമായി ആ പ്രയോഗം നടത്തിയാലും അവിടെ നിലവിലുള്ള കാര്യമുള്ള ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് ദുആ ചെയ്യണം, എന്നിട്ട് ആ ദുആ സ്വീകരിച്ചു എന്നുള്ള വിവരം അദ്ദേഹത്തിന് കിട്ടണം. അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതോട് കൂടി തന്നെ എന്താണ് ഒരാൾ മുസ്ലിം ആകുന്നതോട് കൂടി തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പൊ അവിടെ നബി പാപം പുറത്തു കൊടുത്തല്ല, നബിക്ക് പാപം പുറത്തു കൊടുക്കാൻ കഴിവുണ്ടെന്ന് അവിടെ വരുന്നില്ല. നേരെ മറിച്ച് എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടണം, അത് മറ്റൊരു ഹദീസിൽ കൃത്യമായി അങ്ങനെ തന്നെ ഹത്താ യുഗ്ഫറ ലീ എന്ന് തന്നെ വന്നിട്ടുണ്ട്. ഈ വിഷയങ്ങൾ നമ്മളിവിടെ കൃത്യമായിട്ട് സൂചിപ്പിച്ചു. ഇനി നിങ്ങൾ നോക്കും, ഞാൻ ഇവിടെ ചോദിക്കുന്നത് ഈ മഹ്ശറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിന്റെ അരികിലേക്ക് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ വരും. വുളുവിന്റെ അവയവങ്ങൾ തിളങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്റെ ഉമ്മത്താണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. അപ്പോൾ ഉമ്മത്തി ഉമ്മത്തി അല്ലെങ്കിൽ അസഹാബി അസഹാബി എന്ന് അദ്ദേഹം പറയും, യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി ഫയുഖാൽ. അപ്പോൾ പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, നിന്റെ മരണശേഷം അവർ ബിദ്അത്തായി ചെയ്തതെന്ന് നിനക്ക് അറിഞ്ഞുകൂടല്ലോ, പിന്നെ എങ്ങനെ നിനക്ക് അവർക്ക് ഔദുൽ കൗസർ കൊടുക്കാൻ പറ്റാം? അപ്പം അവിടെ അറിയിക്കുമ്പോഴാണ് നബി ആ നേരത്താണ് അറിയുന്നത് ഇവർ ബിദ്അത്തുകാരാണ്, ഇവർക്ക് ഔദുൽ കൗസറിന്റെ അവകാശമില്ല. ഫയഖൂലു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം നബി പറയുന്നത് സുഹ്കൻ സുഹ്ക, ബുർദൻ ബുർദ, ദൂരെ പോ എന്ന് നബി പറയും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യഥേഷ്ടം എല്ലാ കാര്യങ്ങളും അറിയാൻ, അളവില്ലാതെ മനസ്സിലാക്കാനും ഉത്തരം ചെയ്യാനും ഒക്കെ അള്ളാഹു കഴിവ് കൊടുത്തിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഫ ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക എന്ന് പറയപ്പെട്ടത്? ഇതാണ് എന്റെ അവസാനത്തെ ചോദ്യം. ഈ ചോദ്യത്തോടുകൂടി ഇവിടെ മുസ്ലിയാർ കൊണ്ടുവന്ന തെളിവുകളൊന്നും ഇസ്തിഗാസ കൊള്ളുന്നതല്ല. പിന്നെ ഇവിടെ അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞു, ആര് ജീവിച്ചിരിക്കുന്ന നബിയോടിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അത് അള്ളാഹുവിനോട് ചോദിക്കുന്ന അതേ ചോദ്യമാണ്. നാണം വേണ്ട മുസ്ലിയാരെ, അള്ളാഹുവിനോട് ഗൈബിയായി എവിടുന്ന് ഏത് ഭാഷയിൽ വിളിച്ചാലും കേൾക്കുമെന്ന വിശ്വാസത്തിലാണ് അള്ളാഹുവിനോട് രക്ഷിക്കണം എന്ന് പറയുന്നത്. മുഹമ്മദ് നബിയുടെ അങ്ങനെയല്ല. ഒരു സൃഷ്ടിയോട് അങ്ങനെ ചോദിക്കേണ്ടത് പഠിച്ചു ആ നിലക്കാണ്. തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ ദ്രോഹിക്കാൻ വരുന്ന നേരത്തെ രക്ഷിക്കണമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. രണ്ടും വ്യത്യാസമുണ്ട്. അഊദു ബില്ലാഹ് എന്ന ആശയമേ അല്ല അഊദു ബി റസൂലില്ലാഹ് എന്നുള്ളതിന്. പക്ഷേ നിങ്ങൾ മഹാന്മാരോട് ചോദിക്കുന്നത് റബ്ബിനോട് ചോദിക്കുന്ന അതേ കാര്യമാണ്. പാപം പൊറുക്കണേ, നരകമോചനം തരണേ, അത് സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യമല്ല. അതാണ് നിങ്ങൾ അമ്പിയ ഉലിയാക്കൾ അവരുടെ വഫാത്തിന് ശേഷവും ചോദിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഉദാഹരണവും തർക്ക വിഷയവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളും മാത്രമാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബിദ്അത്തുകാരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. നമ്മുടെ ശംസുദ്ദീൻ മൗലവി അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഏതാനും ചോദ്യാവസരങ്ങളിൽ നടന്ന വിഷയങ്ങളെയാണ് ഹ്രസ്വമായി ഇവിടെ പ്രതിപാദിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ ആദ്യമായി തന്നെ അദ്ദേഹം പറഞ്ഞത് ദുആഇന് ഇസ്തിഗാസ എന്ന മുജാഹിദുകൾ കൊടുക്കുന്ന അർത്ഥം കൊടുക്കാൻ പാടില്ലെന്ന് പയ്യോളി പറഞ്ഞു. അത് നിങ്ങൾക്ക് പറ്റിയത് അബദ്ധമാണ്, വീണ്ടും നിങ്ങൾ ആവർത്തിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ദുആഇന് ഇസ്തിഗാസ എന്ന അർത്ഥം കൊടുക്കുന്നതിനെയല്ല, അത് ഇമാമിയങ്ങൾ കൊടുത്തിട്ടുണ്ട്. മറിച്ച് മുജാഹിദീങ്ങൾ ദുആഇന് കൊടുക്കുന്നത് വിളിച്ച് പ്രാർത്ഥന എന്ന അർത്ഥമാണ്. ഇസ്തിഗാസ എന്ന അർത്ഥത്തിനെയല്ല ഞാൻ ചോദ്യം ചെയ്തത്. വിളിച്ച് പ്രാർത്ഥന, ലാ തദ്ഉ, വിളിച്ച് പ്രാർത്ഥിക്കരുത്, ഇന്നമാ ദുഉ, ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കും എന്ന് പറയുന്ന ആ വിളിച്ച് പ്രാർത്ഥന എന്ന അർത്ഥം ലോകത്തൊരു മുഫസ്സിറും കൊടുത്തിട്ടില്ല. അത് ഖുർആനിന്റെ പേരിൽ ഒരു മുഫസ്സിറും പറയാത്തത് നിങ്ങളായി മുജാഹിദുകൾ കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയ അർത്ഥമാണ്. ഞാനത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരേക്കും ഒരൊറ്റ മുഫസ്സിറിനെയും ആ വിഷയത്തിൽ ഉദ്ധരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ വിഷയം എന്താ? ഞാൻ എന്റെ വിഷയാവതരണം മുതൽ ഞാൻ പറഞ്ഞ വിഷയമാണ്, മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ദൈവമല്ല എന്ന് മനസ്സിലാക്കാൻ എന്താ പ്രയാസം? ദൈവത്തിന് മരണമില്ലല്ലോ. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയ മഹാരഥന്മാർ എന്ന് പറയുമ്പോൾ അത് ദൈവമല്ലെന്ന് കൃത്യമാക്കലല്ലേ, വ്യക്തമാക്കലല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അതിനെ അധികരിച്ചുകൊണ്ട് പ്രിയങ്കരനായ മൗലവി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ശിർക്ക് ദുനിയാവിൽ സംഭവിച്ചിട്ടില്ല എന്ന് പറയണം. ലാത്ത, ഉസ്ദ, വദ്, സുവാഖ്, യഗൂസ്, യഊഖ്, നസ്ർ പോലുള്ള വിഗ്രഹങ്ങളെ ഇങ്ങനെ ധാരാളം, ഇവരൊക്കെ നോഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന മഹത്തുക്കളായിരുന്നു. ഇവരൊക്കെ മരണപ്പെട്ടതിന് ശേഷം മക്കയിലെ മുശ്രിക്കീങ്ങൾ ആരാധിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ സൂറത്തുൻ നജ്മിലെ ആയത്ത് കൃത്യമായി അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത സാലിസത്തുൽ ഉഖ്റ എന്ന് തുടങ്ങിയ ആയത്ത് കൃത്യമായി ഇവിടെ ഞാൻ വിശദീകരിച്ചതാണ്. എന്നിട്ടെന്തേ അല്ലാഹ് പറഞ്ഞത്? അത് നിങ്ങൾ കെട്ടിച്ചമച്ച് ഉണ്ടാക്കി നിങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് വെച്ച നാമങ്ങൾ മാത്രമാണ് അല്ലേ എന്ന് കൃത്യമായി ഞാൻ ആയത്തോതി വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിനെ തൊടാൻ ശ്രമിച്ചിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അള്ളാഹു കൃത്യമായി പറഞ്ഞു, ഇതൊക്കെയും നിങ്ങൾ കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയ നാമങ്ങൾ മാത്രമാണ്, അല്ലാതെ അവരാരും മഹാരഥന്മാരെ ആരാധിച്ചിട്ടില്ല. മറിച്ച് ആ മഹത്തുക്കളുടെ നാമങ്ങൾ വിഗ്രഹങ്ങൾക്ക് വെച്ചു, ആ വിഗ്രഹങ്ങളെ ആരാധിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇൻഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹാ, നിങ്ങൾ നിങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് ചാർത്തിക്കൊടുത്ത നാമങ്ങൾ മാത്രമാണത് എന്ന് ഞാൻ കൃത്യമായി സൂറത്തുൻ നജ്മിന്റെ ആയത്ത് ഓതിയിട്ട് ഞാൻ വിശദീകരിച്ചിരുന്നു. പക്ഷേ എന്റെ ഉത്തരം
മൗലവി ഗണ്ണിക്കാൻ പോലും ആ ആയത്തിനെ ഒന്നും പരാമർശിച്ചതായി കണ്ടിട്ടില്ല. പിന്നെ കൊണ്ടുവന്ന വിഷയമാണ് ഫലായം ലിക്കൂന കശ്ഫല്ലുരി അങ്കും വലാ തഹ്വീല എന്ന ആയത്തെടുത്ത് ഉദ്ധരിച്ചിട്ട് മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും സഹായിക്കില്ല എന്ന് നിങ്ങൾ പറയാൻ ശ്രമിച്ചപ്പോ നിങ്ങൾ തന്നെ പറഞ്ഞു ഫലായം ലിക്കൂന കശ്ഫല്ലുരി എന്നതിൽ ജിന്നും മലക്കും പെടും എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ നിങ്ങളോട് ചോദിച്ചു, ജിന്നും മലക്കും സഹായിക്കും എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതിപ്പോഴും നിങ്ങൾ പറയുന്നു ജിന്നും മലക്കും സഹായിക്കും, അതുപോലെ തന്നെ മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും സഹായിക്കും. അല്ല, എന്തുകൊണ്ട് ജിന്നും മലക്കും സഹായിക്കും, അമ്പിയാവും ഔലിയാവും സഹായിക്കൂല എന്ന് പറയാനുള്ള കാരണം എന്താ? ജിന്നും മലക്കും നിങ്ങൾ ആളായതുകൊണ്ട്. നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങളുടെ ഭാഷ പറഞ്ഞല്ല, നിങ്ങളുടെ ഭാഷ പറഞ്ഞ നിങ്ങൾ ആരാധിക്കുന്ന ആളുകളാണോ ജിന്നും മലക്കും? നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് അമ്പിയാവിനെ ആരാധിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ജിന്നിനെയും മലക്കിനെയും നിങ്ങൾ ആരാധിക്കുന്നു എന്നതുകൊണ്ട് ഈ ആയത്തിന്റെ പരിധിയിൽ പെടൂല എന്നാണോ? എങ്കിൽ നിങ്ങൾ നേരത്തെ നിങ്ങൾ തഫ്സീർ വായിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ തന്നെയല്ലേ തഫ്സീർ ഇവിടെ വായിച്ചത് ജിന്നിനെയും മലക്കിനെയും ഒക്കെ പെടുത്തിക്കൊണ്ട്. അപ്പൊ ജിന്നും മലക്കും സഹായിക്കും എന്ന വിശ്വാസം നിങ്ങൾക്ക് ഉണ്ട്. അത് ഏതടിസ്ഥാനത്തിലാണ് ഫലായം ലിക്കൂന കശ്ഫല്ലുരി നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്കിൽ അതേ വ്യാഖ്യാനമാണ് മഹത്തുക്കളായ അംബിയാഇനും ഔലിയാഇനും ഞങ്ങളും വകവെച്ചു കൊടുക്കുന്നത് എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നതല്ലേ വിഷയം. പിന്നെ നിങ്ങൾ പറഞ്ഞു അല്ലാമ ഇബ്നു കസീറിനെ ഉദ്ധരിച്ചുകൊണ്ട് വിഗ്രഹാരാധനയുടെ തുടക്കം തന്നെ ജാറപൂജയാണ് എന്ന് നിങ്ങൾ ഇവിടെ വിശദീകരിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വിശദീകരണം ഈ ഗ്രൂപ്പിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടതാണോ എന്ന് എനിക്ക് അറിയുകയും ഇല്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ചോദ്യം എന്തായിരുന്നു? മഹാന്മാരായ അംബിയാഇനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതുപോലെ തന്നെ മഹത്തുക്കളോട് സ്വർഗം ചോദിക്കുക, പാപമോചനം ചോദിക്കുക, നരകമോചനം ചോദിക്കുക, അതുപോലെ തന്നെ രോഗശമനം ചോദിക്കുക, ഈ വിഷയങ്ങളൊക്കെ നടത്താൻ പാടുണ്ടോ? അതിന് സഹിഹായ ഹദീസുണ്ടോ? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ സന്നിധാനത്തിൽ വന്ന് നബിയെ ഹത്താ തഗ്ഫിറ യുഗ്ഫറ എന്നല്ല ഞാൻ ഓതിയ ഹദീസ്, തഗ്ഫിറ. അപ്പൊ നിങ്ങൾ പറയാ അത് വേറെ ഹദീസിൽ യുഗ്ഫറ എന്ന് വന്നിട്ടുണ്ട്, വേറെ ഹദീസിൽ യുഗ്ഫറ എന്ന് മജ്ഹൂലാക്കി പ്രയോഗിച്ചു. ഇവിടെ കൃത്യമായി ആ മജ്ഹൂലിന്റെ ഫായിലിനെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് തഗ്ഫിറ താങ്കൾ പൊറുത്തു തരണം എന്ന് കൃത്യമായി പറഞ്ഞു. എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കേണ്ടത്? അപ്പൊ നേരത്തെ പറഞ്ഞ യുഗ്ഫറയുടെ ഫായില് അവിടെ പറയപ്പെടാത്തത് രണ്ടാമത്തതിൽ തഗ്ഫിറ എന്ന് ഫായില് കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുക? നബിയെ തങ്ങൾ പൊറുത്തു തരണം എന്ന് തന്നെ കൃത്യമായി പറഞ്ഞില്ലേ? പിന്നെ നിങ്ങൾ പറഞ്ഞു അത് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതാണ്. പിന്നെ ഞങ്ങൾ എന്താ പറയുന്നത്? അള്ളാന്റെ റസൂലെ പൊറുത്തു തരണം എന്ന് പറഞ്ഞാൽ നബിയുടെ ശഫാഅത്ത്, ശുപാർശ, പ്രാർത്ഥനയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. അംർ ഇബ്നുൽ ആസ് പ്രതീക്ഷിക്കുന്നത് പ്രാർത്ഥനയാണ്. അതേ പ്രാർത്ഥനയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. നബിയെ അതിനു വേണ്ടി അങ്ങ് ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതാണല്ലോ ഞങ്ങൾ ഈ ഷഫാഅത്ത് എന്ന് പറയുന്നത്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് പറഞ്ഞപ്പോ കൃത്യമാണ്, വ്യക്തമാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി വന്ന് ചോദിച്ചപ്പോ നബി എന്താ പറഞ്ഞത്? അള്ളാഹിനോട് ചോദിക്കുന്നല്ല, എന്നോട് ചോദിക്കണ്ട, ശിർക്കാണെന്നല്ല, ഞാൻ തരാന്നാ പറഞ്ഞത്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്നതിന് നബി ചോദ്യം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ എന്ന് നബി തങ്ങളുടെ മുന്നിൽ വെച്ച് നബി തങ്ങളോട് ചീത്ത മരണം ഉണ്ടാകുന്നതിനെ തൊട്ട് കാവലിനെ ചോദിച്ചപ്പോ അള്ളാഹിനോട് ചോദിച്ച അതേ ചോദ്യം ചോദിച്ചപ്പോഴും നബി നീ മുശ്രിക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നല്ലോ. എന്തേ നിങ്ങളത് മനസ്സിലാക്കാതെ പോയി? എന്തിനേറെ പറയുന്നു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധാനത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നു. ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ ധാരാളം പ്രയാസങ്ങള്, പ്രതിസന്ധികള് അദ്ദേഹം പങ്കുവെക്കുകയാണ്. നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? നിങ്ങൾ എന്താ ഇങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? നിങ്ങൾ എന്താ എന്നോട് സ്വർഗം ചോദിക്കാത്തത്? ഞാൻ സ്വർഗം തരാനല്ലേ വന്നത്? ഞാൻ നിങ്ങൾക്ക് മല്ലി മുളക് ഉണ്ടാക്കി തരാൻ വന്ന ആളല്ലല്ലോ, ഞാൻ സ്വർഗം തരാൻ വന്ന ഹബീബല്ലേ. നിങ്ങൾ എന്താ എന്നോട് സ്വർഗം ചോദിക്കാത്തത് എന്ന് വിലപിച്ച ഹബീബിന്റെ അനുയായികളാണ് ഞങ്ങൾ. നബി തങ്ങളോട് സ്വർഗം ചോദിക്കാം എന്നല്ല, ചോദിക്കണം എന്ന് പഠിപ്പിച്ച നബിയുടെ അനുയായികൾ. നിങ്ങൾ ഹദീസ് കണ്ടിട്ടുണ്ടാവില്ല, എനിക്കറിയാത്. മുജാഹിദീങ്ങൾ ഹദീസ് കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഇനിയ അവസരമുണ്ട്. ആ അവസരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യട്ടോ, എനിക്ക് പരാതിയൊന്നുമില്ല. അതുകൊണ്ട് ചോദിക്കാൻ പറ്റുമെങ്കിലൊക്കെ നിങ്ങൾ ചോദിച്ചോളൂ, അതിനൊന്നും കുഴപ്പമില്ല. ഏതായാലും മൗലവി സാഹിബിന്റെ 10ാമത്തെ അവസാനത്തെ ചോദ്യമെങ്കിലും കൃത്യമാകും, വ്യക്തമാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. നിങ്ങൾ ആലോചിക്കട്ടെ, 10ാമത്തെ അദ്ദേഹത്തിന്റെ ചോദ്യം ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടിട്ടാണോ അദ്ദേഹം ചോദിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, ഉത്തരം കൃത്യമാകുമ്പോ, വ്യക്തമാകുമ്പോ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഇപ്പോ ചോദ്യത്തിന് വല്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ ഉമ്മത്തല്ലേ അവർ എന്ന് ചോദിക്കുമ്പോ നബിയെ അങ്ങേക്ക് അറിയില്ല,
അങ്ങയുടെ വഫാത്തിന് ശേഷം അവർ ദീനിന്റെ കാര്യത്തിൽ എന്തെല്ലാം പുതുതാക്കി കൊണ്ടുവന്നു എന്ന് അറിയില്ല അങ്ങേക്ക് എന്ന് പറഞ്ഞ ഈ സംഭവമാണ് ഇസ്തിഗാസ ശിർക്കാണെന്നതിന് തെളിവ്. ഇന്നാലില്ല, ഇതെങ്ങനെയാ ഹബീബ തെളിവാകുക? ഇവിടെ നിങ്ങളെ ചോദ്യം എന്താണ്? ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്താണ് ചോദിക്കുന്നത്? ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട വിഷയമാണത്. അതിപ്പോ നബി തങ്ങൾ ഗൈബ് അറിയോ അറിയൂലേ എന്നുള്ള വിഷയത്തിലാണ് നിങ്ങൾ ഇത് ചോദിച്ചതെങ്കിൽ രസം ഉണ്ടാവുമായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് നിങ്ങൾക്ക് വളരെ ഫിറ്റാണ്, മുജാഹിദുകൾക്ക് വളരെ ഫിറ്റാണ്. കാരണം ദീനിന്റെ പേരിൽ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അത്രയും പഠിപ്പിച്ച് ഉണ്ടാക്കുന്നത് മുജാഹിദുകളല്ലേ? അത് യാഥാർത്ഥ്യല്ലേ? ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഉദാഹരണം, ഇസ്തിഗാസയുടെ വിഷയം തന്നെ നിങ്ങൾ നോക്ക്. അള്ളാഹ് അത് ശിർക്കാണെന്നോ ഹറാമാണെന്നോ പറഞ്ഞില്ല. നബി തങ്ങൾ ശിർക്കാണെന്നോ ഹറാമാണെന്നോ പറഞ്ഞില്ല. സലഫ് സാലിഹീങ്ങൾ ആരും ഇസ്തിഗാസ ശിർക്കാണെന്നോ ഹറാമാണെന്നോ പറഞ്ഞില്ല. ആരേ പറഞ്ഞു? മുജാഹിദീങ്ങൾ. ദീനിന്റെ പേരിൽ അള്ളാഹ് പറയാത്തത്, റസൂലുള്ള പറയാത്തത്, സലഫ് സാലിഹീങ്ങൾ പഠിക്കാത്തതും പഠിപ്പിക്കാത്തതും പറയാത്തതുമായ കാര്യം ദീനിന്റെ പേരിൽ കെട്ടിച്ചമച്ച് ഉണ്ടാക്കി പറഞ്ഞ മുജാഹിദുകൾക്കല്ലേ ഇത് ഫിറ്റാകുക? സുഹ്ഖൻ സുഹ്ഖാ ബുഅദൻ ബുഅദാ, പോ എന്ന് പറഞ്ഞ് നിങ്ങളെയല്ലേ അള്ളാന്റെ ഹബീബ് ആട്ടി പറഞ്ഞയക്കുക? മശറയിലേക്ക് വരുമ്പോ എന്നോട് ശഫാഅത്ത് തേടിയ എന്റെ സമുദായത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷത്തിനെ കാഫിറാക്കാൻ ശ്രമിച്ച നിങ്ങളെ എനിക്ക് കാണണ്ട. ഇമാം റാസി അടക്കമുള്ള മഹത്തുക്കളെ കാഫിറാക്കാൻ, ഇമാം നവവിയെ പോലുള്ള മഹാരഥന്മാരെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ നിങ്ങൾക്ക് എന്റെ കയ്യിൽ സ്ഥാനമില്ല. സുഹ്ഖൻ സുഹ്ഖാ, പോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുഖത്തെ നോക്കി ആട്ടിയോടിക്കും നിങ്ങളെ. അല്ലാഹു തആല കാക്കട്ടെ. ഏതായാലും ഈ ചോദ്യമാണെങ്കിൽ ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ചോദ്യം അസ്ഥാനത്തുമായി പോയി. വബില്ലാഹി തൗഫീഖ്. ഏതായാലും മുജാഹിദ് പക്ഷത്തിന്റെ 10 ചോദ്യങ്ങളിൽ ഏകദേശം 10 മിനിറ്റ് ശേഷമുള്ള എല്ലാ ചോദ്യങ്ങളും അസ്ഥാനത്തും അതുപോലെ തന്നെ തീരെ ഉപകാരപ്രദം അല്ലാത്തതുമായി പോയി എന്ന് പറയുന്നത് ഖേദകരമായി ഉണർത്തുകയാണ്. അല്ലാഹു തആല എല്ലാവർക്കും നാഫിആയ ഇൽമും ഇസ്സത്തും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായി ഉത്തരം പറയാൻ നമ്മുടെ ബാക്കവിക്ക് കഴിയുന്നില്ല. ബബ്ബയാണ്, മനസ്സിലായില്ലേ? കൃത്യമായി ഉത്തരം പറയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. അള്ളാഹു അമ്പിയ ഔലിയാക്കളുടെ കയ്യിനും കാതിനും കണ്ണിനും ഒക്കെ ദിവ്യശക്തി പകരും, ഉലൂഹിയത്ത് വകവെച്ച് കൊടുക്കുന്ന മുസ്ലിയാർ എഴുതിയിട്ടുള്ളത്. എവിടുന്ന് വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾ കൊണ്ടുവന്നതൊന്നും അതിൽ ആ വിഷയമല്ല. ഇമാം റാസിയുടെ തഫ്സീറുകൾ കൊണ്ടുവന്നു. എവിടുന്ന് ആര് വിളിച്ചാലും യഥേഷ്ടം കേൾക്കുമെന്ന് അതിലില്ല. നേരെ മറിച്ച് കറാമത്ത് എപ്പോഴാണ് അള്ളാഹു വെളിപ്പെടുത്തുന്നത് ആ സമയത്ത് ഒരു പക്ഷേ അവർക്ക് അത്ഭുതകരമായി ദൂരെയുള്ള കേൾവികൾ കേൾക്കാം. ഉമർ ബിൻ ഖത്താബ് അള്ളാഹിന്റെ സാരിയ ജബൽ കേട്ടതുപോലെ ആ സംഭവം സ്വഹീഹാണെങ്കിൽ. എന്നാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ സാരിയ ജബൽ വിളിച്ചിട്ടുണ്ടോ ദൂരെ നിന്ന്? ഉണ്ടെങ്കിൽ എവിടെ നിന്ന് പ്രമാണം കാണിക്കണം. റാസി ഉദ്ധരിച്ചാൽ പോലെ തെളിവ് കാണിക്കണം. അങ്ങനെ കൃത്യമായിട്ട് വിളിച്ചോ? ഇല്ല. വിളിച്ചിട്ട് ഉമർ ഖത്താബ് കേട്ടോ? കേട്ടിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാ? മുഴുസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ കേൾക്കും, ഉത്തരം ചെയ്യും. ഉമർ ഖത്താബ് മുഴുസത്തിന്റെ അടിസ്ഥാനത്തിൽ കേട്ടോ? സാരി ഉമർ ഖത്താബിനെ വിളിച്ചോ? ഇല്ല. ഇനി ഉമർ ഖത്താബിനെ അറിയുമോ? താൻ എന്താ പറഞ്ഞു? അദ്ദേഹം യാ സാരി അൽ ജബൽ എന്ന് പറഞ്ഞത് ശരിയാ, പക്ഷെ അദ്ദേഹം ബോധപൂർവ്വം ഒന്നും സംസാരിച്ചിട്ടില്ല. ഒരു കറാമത്ത് അള്ളാഹു അദ്ദേഹത്തിൽ വെളിപ്പെടുത്തി എന്നുള്ളത് ശരിയാണ് എന്ന് വെക്കാം. അങ്ങനെ അതുകൊണ്ടാണ് ബോധപൂർവ്വം അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇമാം റാസിയെ ഇമാം ഇബ്നു കസീർ ഉദ്ധരിച്ചുകൊണ്ട് വിദായ വനിഹായ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫഖീല ലി ഉമർ ബിൻ ഖത്താബ്, ഉമർ ബിൻ ഖത്താബിനോട് ചോദ്യം വന്നു, മാ ദാലിക്കൽ കലാം, എന്താണ് ആ വാക്ക്? ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വാക്കുണ്ടല്ലോ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്താണ്? വല്ലാഹി മാ അൽഖൈതു ലഹു ഇല്ലാ ബിശൈഇൻ ഉൽഖിയ അലാ ലിസാനി, എന്റെ നാവിലേക്ക് ഇടപെട്ട ഒരു വാക്കല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞത് അദ്ദേഹത്തിന് ഓർമ്മല്ല, ബോധപൂർവമായി അദ്ദേഹം സംസാരിച്ചിട്ടില്ല. അപ്പൊ യഥേഷ്ടം കേൾക്കുക, ഉത്തരം ചെയ്യുക എന്നുള്ളത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെയും സാരിയ ജബലിന്റെയും സംഭവത്തിലില്ല. നിങ്ങളുടെ കോട്ടിമാട്ടലാണ്, ദുർവ്യാഖ്യാനിക്കലാണ്, അസ്ഥാനത്തുള്ള ഉദ്ധരണമാണ് എന്നാണ് പറയാനുള്ളത്. ഇനി അതിന് ഉപോത്ബലകമായി നിങ്ങൾ കൊണ്ടുവന്ന ഖുദ്സിയായ ഹദീസിന്റെ സ്വഭാവം എന്താ? അള്ളാഹു പിന്നെ വലിയന്റെ ഫർളിന് പുറമെ സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് സാമീപ്യം നേടിയ മുഖറബായ വലിയനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന്റെ കൈയാകും കണ്ണാകും എന്ന് പറഞ്ഞാൽ കണ്ണിന് ദിവ്യശക്തി പകരുമെന്ന് ഈ മാനുള്ള അർത്ഥം പറയാൻ പാടുണ്ടോ മുസ്ലിയാരെ? അങ്ങനെ റാസി പറഞ്ഞിട്ടില്ല. റാസിയുടെ പേരിൽ കളവാണ് നിങ്ങൾ ആരോപിച്ചിരിക്കുന്നത്. അതേ പ്രകാരം തന്നെ അങ്ങനെ നിങ്ങൾക്ക് ആ വിഷയം ആ ഹദീസിൽ കാണാനും സാധ്യമല്ല. നേരെ മറിച്ച് ആ ഹദീസിനെ കുറിച്ച് ഇബ്നു ജസ്ഖലാനി റഹ്മത്തുള്ളാഹി വ്യക്തമാക്കി ഫത്ഹുൽ ബാരിയിൽ എന്താ പറയുന്നത്? അന്ന ഹാദാ മജാസുൻ വ കിനായത്തുൻ, അതൊരു മജാസിയായ പ്രയോഗമാണ്, അതൊരു കിനായത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമയെ സഹായിക്കും എന്നതിന്റെ ഒരു ആലങ്കാരിക പ്രയോഗം എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ഇബ്നു റജബ് ഹംബലി വിശദീകരിച്ചിട്ടുണ്ട്. ഫഹീന ഇദിൻ ലാ യൻതിഖുൽ അബ്ദു ഇല്ലാ ബിദിക്രി, അതായത് അള്ളാഹു വലിയ അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ കയ്യാകും നാവാകും എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ ദിക്റോടെ അല്ലാതെ ഒരു അടിമ സംസാരിക്കുകയില്ല. വലാ യതഹറകു ഇല്ലാ ബിഅംരി, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ചല്ലാതെ അവൻ ചരിക്കുകയില്ല. കണ്ടോ? അപ്പം ഹലാലായതേ കാണൂ, ഹലാലായതേ കേൾക്കൂ, ഹലാലായതേ പ്രവർത്തിക്കും, കയ്യും കാലും ഒക്കെ പുണ്യങ്ങളിലായിരിക്കും എന്നുള്ളതിന്റെ മജാസിയായ ഒരു പ്രയോഗം, അതൊരു കിനായത്തായി അവതരിപ്പിച്ചിട്ടുള്ള സംഗതി മാത്രമാണ് എന്ന് ഇബ്നു റജബ് ഹംബലി വിശദീകരിച്ചത് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പറഞ്ഞിട്ടില്ല. പറഞ്ഞ ഉത്തരം വിഷയവുമായി ബന്ധമില്ല. എന്നാൽ യഥേഷ്ടം അമ്പിയ ഔലിയാക്കൾക്ക് കേൾക്കുമെന്ന് പറയാനൊരു ശ്രമം നിങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ
സുപ്രധാനമായ അടുത്ത ചോദ്യം എന്താണ് എന്നറിയാമോ? അംബിയ ഔലിയാക്കൾക്ക് അള്ളാഹു യഥേഷ്ടം കഴിവ് കൊടുക്കുമെങ്കിൽ സൂറത്തു ഇസ്രായിൽ 56-57 ആയത്ത് വായിക്കാം. നിങ്ങൾ അള്ളാഹുവെ കൂടാതെ ജൽപ്പിക്കുന്നവരെ മുഴുവൻ വിളിച്ചോളൂ. ഇത് വിഗ്രഹങ്ങളെ കുറിച്ചല്ല, നിങ്ങൾക്ക് ഉറപ്പാണല്ലോ. ലൈസൽ മുറാദു അലസ്സലാം എന്ന് ഇബ്ൻ റാസി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അംബിയാക്കളെയും ഔലിയാക്കളെയും മലക്കുകളെയും ജിന്നുകളെയും ഒക്കെ വിളിക്കുന്നവരെ കുറിച്ചാണ്. പക്ഷേ ഫലാ യംലികൂന കശ്ഫുദ്ദുരിയാൻകും വലാ തഹ്വീല, ദുരിത നിവാരണമോ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തലോ അവർക്ക് കഴിയുകയില്ല. അവ വിളിച്ചു തേടിയാൽ അവർക്ക് ദുരിത നിവാരണം കഴിയുകയില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? അതാണ് അടുത്തതായിട്ട് പറയേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരൻ ഇപ്പോൾ ബോധത്തോടു കൂടെയാണോ സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറയട്ടെ, ഇപ്പോഴും ഞാൻ നിങ്ങളോട് നസീഹത്തായി പറയുകയാണ്. നിങ്ങളുടെ ആശയം നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം, നിങ്ങളുടെ ആശയം നിങ്ങൾക്ക് പറയാം. പിഴവാണെന്ന് കാണുന്ന പക്ഷം നിങ്ങൾക്കത് തിരുത്താനുള്ള സന്മനസ് കാണിക്കണം. എന്തിനേയും കൊച്ചാക്കുക, ആരെയും ചെറുതാക്കുക. നമ്മുടെ ആശയം അത് സ്ഥിരപ്പെടുത്തണം. അതിന് ഉമർ ഇബ്നുൽ ഖത്താബിനെ കൊച്ചാക്കിയാലും വേണ്ടിയില്ല എന്നുള്ള ആ ദുർവാശി ഉപകാരത്തിലേറെ ഉപദ്രവമാണ്. നിങ്ങളുടെ ആഖിറം നിങ്ങൾ ഭയപ്പെടേണ്ടതാണ്. നിങ്ങൾ അറിയാതെയാണോ പറയുന്നത്, അല്ല ബോധത്തോടു കൂടെയാണോ സംസാരിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടാം ഖലീഫ മദീന പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് അബോധപൂർവം അഥവാ ബോധമില്ലാതെ സംസാരിച്ചതാണ് യാ സാരിയ അൽ ജബൽ അൽ ജബൽ എന്ന് പറയാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താ? നിങ്ങൾക്ക് അങ്ങനെ പറയേണ്ടി വരുന്നു. ഉമറിന് ബോധമില്ലാണ്ട് പറഞ്ഞതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് പറയാനാ? നിങ്ങളുടെ ഈ പിഴച്ച ആശയം അത് സമർത്ഥിക്കുന്നതിന് വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബിനെ ബോധമില്ലാതെ സംസാരിക്കുന്ന വ്യക്തിയാക്കേണ്ടിയിരുന്നോ? അതിന് നിങ്ങൾ തെളിവ് ധരിച്ചതോ? അൽ ബിദായ വന്നിഹായ നിങ്ങൾ ഉദ്ധരിച്ച ഭാഗത്ത് ഏത് വാചകത്തിന്റെ അർത്ഥമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ബോധമില്ലാതെ സംസാരിച്ചു എന്ന്? ഞാൻ അവിടെ നോക്കിയിട്ട് അങ്ങനെ കണ്ടില്ല. അവിടെ ഞാൻ കാണുന്നത് അല്ലാഹു തആല എന്റെ നാവിലിട്ട് തന്ന വാചകങ്ങളല്ലാതെ വല്ലാഹി ഞാൻ പറഞ്ഞിട്ടില്ല. റബ്ബ് എന്റെ നാവിലിട്ട് തന്ന വാചകങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അഥവാ റബ്ബ് എന്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ച ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ ആ സമയത്ത് സംസാരിച്ചു. അത് ബോധപൂർവം തന്നെയാണ്. അല്ലാഹ് എന്റെ ഹൃദയത്തിൽ ഇട്ട് തന്നതാ. അത് ബോധത്തോടു കൂടെയാണ് ബഹുമാനപ്പെട്ടവർ സംസാരിച്ചിട്ടുള്ളത്. ഇന്നൽ കലാമ ലഫീ ഫുആദി വ ഇന്നമ ജുഇലൽ ലിസാനു അലൽ ഫുആദി ദലീല. ഹൃദയത്തിലാണ് സംസാരം വരുന്നത്. ആ ഹൃദയത്തിലുള്ള സംസാരത്തിന്റെ ബാഹ്യമായ ദലീല് മാത്രമാണ് നാവിലൂടെ പുറത്തേക്ക് വരുന്നത് എന്നല്ലേ പ്രമാണം. അതുകൊണ്ട് തന്നെ അല്ലാഹ് ഹൃദയത്തിൽ തോന്നിപ്പിച്ചു, നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ തന്നെ ആദ്യം അല്ലാഹ് ഉദ്ദേശിക്കണം. അല്ലാഹ് ഉദ്ദേശിക്കാത്ത ഒരു കാര്യം നമുക്ക് ഉദ്ദേശിക്കാൻ പോലും കഴിയില്ല. അപ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യാ സാരിയ അൽ ജബൽ എന്ന് പറയാൻ അല്ലാഹ് ഉദ്ദേശിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അത് പറഞ്ഞു. അതല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ബോധമില്ലാതെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സംസാരിച്ചു എന്നാണോ? പിന്നെ പ്രിയങ്കരനായ സുഹൃത്ത് അല്ലാമ ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു തആല അൻഹുവിനെ രേഖയാക്കി. എന്നിട്ട് അങ്ങ് പറഞ്ഞു, അല്ലാഹു തആല ഒരാളുടെ കൈയാകുമെന്ന് പറഞ്ഞത് ആലങ്കാരിക പ്രയോഗമാണ്. എതിരഭിപ്രായം ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ അർത്ഥം കൊടുത്ത പണ്ഡിതന്മാരുണ്ട്. യാഥാർത്ഥ്യം തന്നെയാണ്. അള്ളാഹു കൈയായാൽ ആ കൈ കൊണ്ട് ഹറാമ് ചെയ്യൂല, കണ്ണായാൽ ഹറാമ് കാണൂല, ചെവിയായാൽ ഹറാമ് കേൾക്കൂല. അങ്ങനെയൊക്കെ അതിന് അർത്ഥം കൊടുത്ത പണ്ഡിതന്മാരുണ്ട്. അതിനാരും നിഷേധിച്ചില്ല, അതിനാരും നിഷേധിക്കുന്നുമില്ല. മറിച്ച് ഞാൻ പറഞ്ഞതോ അല്ലാമ ഫഖ്റുർ റാസി റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറിൽ ഈ ഹദീസിനെ വിശദീകരിച്ചു പറഞ്ഞ വാചകം ഞാൻ എന്റെ കഴിഞ്ഞ ആവർത്തി ഞാൻ വിശദീകരിച്ചിരുന്നു. നിങ്ങൾ അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? റാസിയെ ഉദ്ധരിച്ചാ പോരാ, തെളിവ് പറയണം. എന്തേ റാസി തെളിവാകൂലേ? നിങ്ങൾ റാസിയെ തള്ളുന്നതിന്റെ ന്യായം എന്താണ്? റാസിയെ തള്ളാൻ പാടില്ല. ഞാൻ ഇവിടെ ഇബ്നു റജബിൽ ഹംബലി തങ്ങളെ തള്ളുന്നില്ലല്ലോ, ഞാൻ കൊള്ളുന്നു. കാരണം എന്തുകൊണ്ട്? ഈ ഹദീസിന് പലതലത്തിൽ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരുണ്ട്. എല്ലാ വ്യാഖ്യാനവും ഹഖായ വ്യാഖ്യാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു റജബിൽ ഹംബലി തങ്ങളെ തള്ളേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരവസ്ഥ ഞങ്ങൾക്ക് വരുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്. ഒരു വലിയന്റെ കൈകൊണ്ട് ഒരു ഹറാമ് ചെയ്യൂല, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് ഹറാമ് കാണൂല, ചെവി കൊണ്ട് ഹറാമ് കേൾക്കൂല. ആ ഒരു തലത്തിൽ അവരെത്തുമ്പോ അവർക്ക് അല്ലാഹു തആല മഹത്തായ അങ്ങേയറ്റത്ത് അവന്റെ കരം, കൈ, അതുപോലെ തന്നെ കണ്ണ്, ചെവി ആവുക എന്നുള്ള മഹത്തായ സ്ഥാനം നൽകും. അതിന് ബഹുമാനപ്പെട്ട അല്ലാമ ഫഖ്റുർ റാസി റഹിമഹുല്ലാഹ് പറഞ്ഞു, അതുകൊണ്ട് അമാനുഷികമായ ധാരാളം കർമ്മങ്ങൾ അവരിൽ നിന്ന് പുറത്തു വരും, അവർക്കത് പ്രകടിപ്പിക്കാൻ സാധ്യമാകും. നിങ്ങളോ അല്ലാമ ഫഖ്റുർ റാസി റഹിമഹുല്ലയെ തോട്ടിലേക്ക് വലിച്ചെറിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി. എന്തേ കാരണം? നിങ്ങളുടെ ആദർശത്തിന് വിരുദ്ധമാകുമ്പോൾ അല്ലാമ ഫഖ്റുദ്ദീൻ അർ-റാസി റഹിമഹുല്ലാ നിങ്ങൾക്ക് രേഖയാവില്ല. നിങ്ങൾ അദ്ദേഹത്തെ തള്ളാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ
ഷംസുദ്ദീൻ മൗലവിയുടെ ഭാഗത്തിൽ നിന്ന് വന്ന ചോദ്യം വളരെ ഖേദകരമാണ് എന്ന് തന്നെ പറയട്ടെ. കാരണം ജിന്നും മലക്കും സഹായിക്കുമെന്ന് നാഴികയ്ക്ക് 40 വട്ടം സംസാരിക്കുന്ന ഷംസുദ്ദീൻ മൗലവി എന്തിനേറെ പറയുന്നു, നിങ്ങളുടെ ഒരു സംസാരം, ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ തന്നെ പറയുന്നു, ഒരു അപകടം, വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരു അപകടം നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. പെട്ടെന്ന് എങ്ങനെയോ അപകടത്തിൽ നിന്ന് നാം പോലും അറിയാത്ത രൂപത്തിൽ നമ്മൾ ഒഴിവായി പോവുകയാണ്. എങ്ങനെ ഒഴിവായതെന്ന് അറിയില്ല. ആരുമല്ല നിന്നെ സഹായിച്ചത്, നിന്റെ ജിന്ന് സമൂഹത്തിലുള്ള നിന്റെ സുഹൃത്താണ് നിന്നെ സഹായിച്ചത്. അവർക്ക് അങ്ങനെ സഹായിക്കാൻ കഴിയോ? ആയത്തോതിയില്ലേ നിങ്ങളിപ്പോ? അവർക്ക് സഹായിക്കാൻ കഴിയൂല, നിങ്ങളെ തൊട്ട് ഒരു പ്രയാസത്തിന് നീക്കിത്തരാനും കഴിയൂല. പിന്നെ നിങ്ങൾ എങ്ങനെയാ ജിന്ന് സഹായിക്കും, മലക്ക് സഹായിക്കും, ജിന്നിലുള്ള നിന്റെ സഹോദരനാണ് നിന്നെ സഹായിച്ചത് എന്ന് പറയുന്നത്? അവിടെ എങ്ങനെയാണ് നിങ്ങൾ ഈ ആയത്തിനെ തഅ്വീൽ ചെയ്യുന്നത്? അതേ ന്യായം തന്നെയാണ് അമ്പിയാക്കളും മൗലിയാക്കളും ഞങ്ങളെ സഹായിക്കുമെന്ന് പറയുമ്പോൾ ഞങ്ങളും അതിനെ കാണുന്ന ന്യായം. നിങ്ങൾ എങ്ങനെയാ പറയാറുള്ളത്? അവർക്കാർക്കും പരമാധികാരമില്ല, മറിച്ച് അള്ളാഹ് നൽകിയ കഴിവ് കൊണ്ട് അള്ളാഹുവിന്റെ ഇതിന് ഇറാദത്തിന് വിധേയമായി മലക്കും ജിന്നും സഹായിക്കുമെന്നല്ലേ നിങ്ങൾക്ക് ന്യായം പറയാനുള്ളത്? അതേ ന്യായം തന്നെയാണ് അംബിയ ഇന്നും മൗലിയ ഇന്നും പരമാധികാരം മിൽക്കിയത്ത് ഇല്ലേ ഇല്ല എന്നല്ല, ഒരാൾക്കും ഒരു വിഷയത്തിലും ഒരു പരമാധികാരവും ഇല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഇതിനും ഇറാദത്തിനും വിധേയമായി അവർക്ക് സഹായിക്കാനും പ്രയാസങ്ങളെ നീക്കിത്തരാനും കഴിയും എന്നേ ഞങ്ങളും വിശ്വസിക്കുന്നുള്ളൂ, അതേ ഞങ്ങളും വാദിക്കുന്നുള്ളൂ, അതേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. വബില്ലാഹി തൗഫീഖ് വബിഹി നസ്തഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഷംസുദ്ദീൻ മൗലവി സാഹിബ്, ബഹുമാന്യനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സാരിയ എന്ന സഹാബിയെ വിളിക്കുകയാണ് യാ സാരിയ അൽ ജബൽ എന്ന്. അങ്ങോട്ടേക്കാ വിളിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇങ്ങോട്ടേക്ക് സാരിയ വിളിക്കുകയല്ല, സാരിയയെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. താങ്കൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. സ്വബോധത്തോട് കൂടെയല്ല ബഹുമാനപ്പെട്ടവർ അത് ചെയ്തത് എന്ന്. ഉമർ ഇബ്നുൽ ഖത്താബ് അത് ചെയ്തത് സ്വബോധത്തോട് കൂടെയല്ല. നിങ്ങൾ പറഞ്ഞ വാചകം അതാണ്. എനിക്ക് എന്നല്ല, കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും. ഞാൻ താങ്കൾ പറഞ്ഞപ്പോൾ വീണ്ടും ഞാനത് കേട്ടു, ആവർത്തിച്ച് കേട്ടു നോക്കി. അവിടെയൊക്കെ നിങ്ങൾ പറയുന്നത് സ്വബോധത്തോട് കൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞതല്ല. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, അബോധാവസ്ഥയിലാണോ പറഞ്ഞത്? നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കുറിച്ച് അങ്ങനെ പറയാൻ മാത്രം എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയി എന്ന് ഞാൻ ചോദിക്കാനുള്ള കാരണം അതല്ല. നിങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് വല്ല അബദ്ധവും പറ്റിയതാണോ? പിന്നെ നിങ്ങൾ എന്തിനായിരുന്നു അല്ലാമ ഇബ്നു കസീറിന്റെ അൽ ബിദായ വന്നിഹായ എടുത്തുദ്ധരിച്ചത്? അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ അവിടുന്ന് പറഞ്ഞു, അല്ലാഹു തആല എന്റെ ഹൃദയത്തിൽ ഇട്ട് തന്നത് എന്തോ അത് എന്റെ നാവിലൂടെ പുറത്തേക്ക് വന്നതാണ്, ഞാൻ അതാണ് സംസാരിച്ചിട്ടുള്ളത് എന്നല്ലേ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. ഇത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അബോധാവസ്ഥയിൽ സ്വബോധത്തോടു കൂടെയല്ല സംസാരിച്ചത് എന്ന്. അതാ ഞാൻ മനസ്സിലാക്കിയത്. അല്ലാതെ ഞാനത് കോട്ടിമാട്ടിയതോ അല്ലെങ്കിൽ നിങ്ങൾ പരസ്യമായി മോശമാക്കാൻ വേണ്ടി പറഞ്ഞതോ അല്ല. അങ്ങനെയാണെന്ന് അങ്ങ് തെറ്റിദ്ധരിക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളെല്ലാവരും കേട്ടല്ലോ. മുകളിൽ പ്രിയങ്കരനായ സഹോദരൻ മധുസംവാദകൻ ഷംസുദ്ദീൻ മൗലവി കൃത്യമായി പറഞ്ഞു, റാസി പ്രമാണമേ അല്ല, റാസി പ്രമാണമേ അല്ല എന്ന് കൃത്യമായി ഇവിടെ ഷംസുദ്ദീൻ മൗലവി പറയുകയാണ്. എന്താ കാരണം? റാസി കൃത്യമായി അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദ മുജാഹിദുകൾക്ക് എതിരെ അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചു. ഒരൊറ്റ കാരണം കൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആകാശത്തിന് താഴെയുള്ള ഒരൊറ്റ തഫ്സീറിന്റെ ഇമാമിങ്ങളെയും മുഫസ്സിരീങ്ങളെയും നിങ്ങൾ സ്വീകരിക്കൂല, നിങ്ങൾ സ്വീകരിക്കൂല. ഇവിടെ നിങ്ങൾ തന്നെ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, നിങ്ങൾ തന്നെ വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക വഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ. ആ ആയത്തിന്റെ തഫ്സീർ അല്ലാമ ത്വബരി രേഖപ്പെടുത്തിയത് എന്താ? യഅനി ബിദാലിക അൽ ആലിഹ വൽ അസ്നാം യഖൂലു ലാ തഅബുദ്ഹാ. വിഗ്രഹങ്ങളെ, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ ഒന്നിനോടും നിങ്ങൾ ആരാധന അർപ്പിക്കരുതേ. റാദിയൻ നഫ്അഹാ, അതിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട്, അതിന്റെ പ്രയാസം ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഒരൊറ്റ ദൈവത്തിനും ആരാധന അർപ്പിക്കരുത്. ഇതിനെയാണ് നമ്മുടെ മൗലവി സാഹിബ് അടക്കമുള്ള മുജാഹിദിന്റെ മൗലവിമാര് ഈ മഹാന്മാരായ മുഫസ്സിരീങ്ങളെ മുഴുവനും തള്ളിയിട്ട് വിളിച്ച് പ്രാർത്ഥന എന്ന അവര് കെട്ടിപ്പടച്ചുണ്ടാക്കിയ ഒരു അർത്ഥം മെനഞ്ഞു കൊടുക്കുന്നത്. എല്ലാ ഇമാമിങ്ങളും പറഞ്ഞു ലാ തഅബുദ്ഹാ,
അതിനെ നിങ്ങൾ ആരാധിക്കരുത് എന്നാണ്. അതിനെ നിങ്ങൾ ആരാധിക്കരുത്. ഫഇൻ ഫഅൽത, അങ്ങനെ നിങ്ങൾ ചെയ്താൽ, ഫദഅഉതഹ, അതിനെ നിങ്ങൾ ആരാധിച്ചാൽ, മിൻ ദൂനില്ല, അല്ലാഹ്ക്ക് പുറമെ അങ്ങനെ ഒരു ശക്തിക്കോ വ്യക്തിക്കോ നിങ്ങളുടെ ആരാധന അർപ്പിച്ചു കഴിഞ്ഞാൽ, ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ, കടുത്ത കൊടിയ ശിർക്കിന്റെ അഹ്ലുകാരായി പോകും നിങ്ങൾ എന്നാണ് ഇമാമിങ്ങൾ അത്രയും വിശദീകരിച്ചത്. ആരാധിക്കരുത് എന്ന് അത് കോട്ടിമാട്ടിയിട്ടാണ് ഇപ്പോൾ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന അവര് കെട്ടിച്ചമച്ച പദപ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇമാമിങ്ങളുടെ പേരിൽ. ഇനി ആരെങ്കിലും ഒരാൾ, ഈ ഇമാം ത്വബരി അടക്കമുള്ള മഹാന്മാർ, ആരെങ്കിലും ഒരു മുഫസ്സിർ ഇവർക്ക് എതിരെ പറഞ്ഞാലോ അവര് പ്രമാണമല്ല എന്ന് പറഞ്ഞ് തോട്ടിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ പ്രിയങ്കരനായ മൗലവി സാഹിബ് ഇവിടെ പറഞ്ഞു, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, യാ ഫാത്തിമ ബിൻതു മുഹമ്മദ് അൻഖിദി നഫ്സകി മിനന്നാർ. മുഹമ്മദ് നബിയുടെ മകളായ ഫാത്തിമ, നീ നിന്റെ ശരീരത്തിനെ നരകത്തിനെ തൊട്ട് കാക്കണേ. ഫഇന്നി ലാ അംലികു ലകി മിനല്ലാഹി ശൈആ ഔ കമാ ഖാല റസൂലുള്ളാഹ്. അല്ലാഹുവിൽ നിന്ന് ഞാൻ നിനക്ക് ഒന്നിനെയും ഉടമപ്പെടുത്തുന്നില്ല, നിന്നെ നരകത്തെ തൊട്ട് രക്ഷിക്കാൻ ഞാൻ ഉണ്ടാകൂല എന്നൊക്കെയാണ് നമ്മുടെ മൗലവി സാഹിബ് ഇവിടെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ വിഷയം? അള്ളാന്റെ റസൂലിന് ഒന്നിനും കഴിയൂല എന്ന് മൗലവി. അള്ളാന്റെ റസൂലിന് ഒന്നിനും കഴിയൂല. സ്വന്തം മകളായ ഫാത്തിമ ബീവിയെ വിളിച്ചിട്ട് പറയാ, ഇന്റെ കാര്യം ഇജ്ജ് നോക്കിക്കോ, എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് പറ്റി പ്രിയപ്പെട്ട സഹോദര താങ്കൾക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകളെ വിളിച്ച് പറയാനുള്ള കാരണം എന്താ? മോളെ, നിന്റെ ബാപ്പ അള്ളാന്റെ ഹബീബാൻ, ഒരു ലസ്മികളിൽ പ്രമുഖനാണ് എന്ന ധാരണയിൽ നീ നിന്റെ അമലുകളൊന്നും ബാക്കി വെക്കണ്ട. ആഖിറത്തിൽ വാപ്പയുണ്ടല്ലോ രക്ഷപ്പെടുത്താൻ എന്ന് കരുതിയിട്ട് അള്ളാഹ്ക്ക് ചെയ്യേണ്ട ഹുക്കൂക്കുകളൊന്നും ബാധ്യതകളൊന്നും നിറവേറ്റാതിരിക്കരുത് എന്ന നല്ല പാഠം പഠിപ്പിക്കുകയായിരുന്നില്ലേ ഹബീബ്? അല്ലാതെ മഹ്ശറയിൽ റസൂലുള്ളാഹി ഒരാളെയും സഹായിക്കൂല എന്നാണോ ആ പറഞ്ഞതിന്റെ അർത്ഥം? തന്റെ മകളടക്കം ഒരാളെയും സഹായിക്കൂല എന്നാണോ ആ പറഞ്ഞതിനർത്ഥം? ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റഹിമഹുല്ലാഹ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാന്റെ ഹബീബിന്റെ ചാരത്ത് സയ്യിദുനാ അനസ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ചോദിച്ചു. അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുക, സഅൽതു റസൂലല്ലാഹി അൻ യശ്ഫഅ ലീ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നബിയെ എനിക്കൊന്ന് ശഫാഅത്ത് ചെയ്യണേ എന്ന് പറഞ്ഞപ്പോ, അന ഫാഇലു, മോനെ അനസേ ഞാൻ ചെയ്തോളും, കുട്ടിപ്രായം മുതൽ എന്റെ കൂടെ ഉള്ള ആളല്ലേ, ഞാൻ ചെയ്തോളും മോനെ, ഞാനില്ലേ നിനക്ക് എന്ന് ഹബീബ് ചോദിച്ച ഹദീസ് നിങ്ങൾ കണ്ടില്ലേ? ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബിയെ മഹ്ശറയിൽ വരുമ്പോ ലക്ഷോപലക്ഷം ജനങ്ങളുണ്ടാകും, അവിടെ ഞാൻ എവിടെയാണ് നബിയെ അങ്ങയെ നോക്കേണ്ടത്? ഞാൻ ഐനാ തുലുബുക്, നബിയെ എവിടെയാ നോക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, മോനെ അനസേ, മഹ്ശറയിൽ വരുമ്പോ സിറാത്ത് പാലത്തിന്റെ അടുക്കൽ ഞാനുണ്ടാകും, നിന്നെയും കാത്ത് ഞാനുണ്ടാകും, എന്റെ ഉമ്മത്തിനെയും കാത്ത് ഞാനുണ്ടാകും. അപ്പോ വീണ്ടും അനസ് ചോദിക്കുക, നബിയെ അവിടെ ഞാൻ കണ്ടില്ലെങ്കിലോ? അപ്പോ വീണ്ടും നബി തങ്ങൾ പറയാ, ഫതുലുബിനി ഇൻദൽ മീസാൻ, മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ വാ, അവിടെ ഞാൻ ഉണ്ടാകും മോനെ, അവിടെയും ഞാൻ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും മനസ്സ് ചോദിക്കുക, നബിയെ അവിടെയും കണ്ടിട്ടില്ലെങ്കിലോ? ഫതുലുബിനി ഇൻദൽ ഹൗൽ, ഹൗലുൽ കൗസറിന്റെ അടുക്കലേക്ക് വാ, ഞാൻ അവിടെ ഉണ്ടാകും, ഞാൻ അവിടെ ഉണ്ടാകും. ഈ 3 സ്ഥലങ്ങളിൽ ഒരുത്തയിൽ നോക്കിയാൽ നിനക്കെന്നെ കാണാം എന്ന് അനസ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറയാ. നിങ്ങൾ പറഞ്ഞ വിധാനത്തിലാണെങ്കിൽ നബി എന്താ പറയേണ്ടത്? നിനക്കറിയില്ല അനസേ, ഞാൻ എന്റെ മോളോട് പറഞ്ഞത് നരകത്തിൽ നിന്ന് സ്വന്തം നഫ്സിനെ കാത്തോളണം, എനിക്കൊന്നും ചെയ്യാനാവൂല, എന്റെ അടുത്തേക്ക് അവിടെ വരും വേണ്ട എന്ന് പറയേണ്ട ഹബീബല്ലേ? മറിച്ച് ഹബീബ് പറഞ്ഞത്, ഞാനില്ല മോനെ അനസേ, ഞാൻ ചെയ്തോളും, ഞാൻ ഉണ്ട് എന്നാ. അതുകൊണ്ട് ഹബീബിന് അള്ളാഹു ഒന്നും കൊടുത്തിട്ടില്ല എന്ന നിങ്ങളുടെ ധാരണ പിഴവാണ്. ദുനിയാവിൽ ഒരാളും പറഞ്ഞിട്ടില്ല അത് ഹബീബിനെ മോശമാക്കാൻ വേണ്ടി മുജാഹിദികൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. അള്ളാഹു തആല കാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ല ബാക്കവി, ഞാൻ എന്താ ചോദിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയോട് പറഞ്ഞു. ഫാത്തിമ ബീവിയോട് മാത്രമല്ല, വാനിദർ അശീറത്തക്കൽ അഖ്റബീൻ എന്ന ആയത്തിറങ്ങിയപ്പോൾ കുടുംബക്കാരെ മുഴുവൻ ആ സഫാക്കുന്നിന്റെ താഴ്വരയിൽ വിളിച്ച് പറഞ്ഞതാണ്, എന്ത്? അൻഖിദു അൻഫുസകും മിനന്നാർ, നരകത്തിൽ നിങ്ങളുടെ നഫ്സിനെ കാത്തോളണം. ഇവിടെ ബാക്കവി പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു നുണ പറഞ്ഞതാണ്. നഊദു ബില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലാണ് പക്ഷക്കള്ളം പറഞ്ഞത്. ബാക്കവി, നിങ്ങൾ തിരുത്തണം. ഇത് പരലോകത്ത് വിചാരണ നേരിടേണ്ട വിഷയമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല നിങ്ങൾ, അല്ലേ?
എനിക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താനൊക്കെ കഴിയും, നിങ്ങൾക്ക് ഹിദായത്ത് തരാൻ കഴിയും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും. പക്ഷെ അത് കഴിയൂല എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇബാദത്ത് കുറഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളം പറഞ്ഞു എന്നല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശക്ക് പോലും കള്ളം പറയില്ല എന്ന വസ്തുത അറിയാത്തതാണോ നിങ്ങൾക്ക് ബാക്കവി? നിങ്ങൾ എന്തിനാണ് റസൂലിന്റെ പേരിൽ ഇങ്ങനെ നുണ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് കഴിയില്ല എന്ന് തന്നെയാണ്. നബിയല്ല ഖുർആനും പറഞ്ഞത് അങ്ങനെയാണ്. നബിയെക്കുറിച്ചും വലിയനെ കുറിച്ചുമാണ് ഖുർആനിൽ ഫലാ യംലികൂന കശ്ഫൽ ദുരിയാൻകും വലാ തഹ്ബീല. തൊട്ടിട്ടില്ല ആ വിഷയം. നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞത് വിഗ്രഹങ്ങളെ കുറിച്ചല്ല. റാസി നിങ്ങൾക്ക് പ്രമാണമാണല്ലോ. ഞാൻ റാസി പ്രമാണമല്ല എന്നത് വളരെ വൈകാരികമായി നിങ്ങൾ എടുത്തു പറയുമ്പോൾ എന്തുകൊണ്ട് റാസി പ്രമാണമാകണം എന്ന് ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം നിങ്ങൾ പറയേണ്ടതായിരുന്നു. അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതവിടെ ഇരിക്കട്ടെ, ഞാൻ മറ്റൊരിക്കൽ ആ വിഷയത്തിലേക്ക് വീണ്ടും വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇമാം റാസി റഹിമഹുല്ലാഹ് ഫലാ യംലികൂന കശ്ഫൽ ദുരിയാൻകും വലാ തഹ്ബീല എന്ന് പറഞ്ഞത് എന്താണ്? അത് വിഗ്രഹങ്ങളെ കുറിച്ചാണോ? അല്ല, അംബിയ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് തന്നെയാണ്. അതേപോലെ ഔലിയ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് തന്നെയാണ്. കഴിയുകയില്ല എന്ന് പറഞ്ഞു. അതിന് ഉപോത്ബലകമായിട്ടാണ് വലാ അംലികു ലക ലറം വലാ നഫഅ എന്ന ഹദീസ് ഞാൻ കേൾപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ മുസ്ലിയാർ പറയാണ് അത് നബി ഒരു നുണ പറഞ്ഞതാണ്. തൽക്കാലം കുട്ടികളൊക്കെ ഇങ്ങനെ കോത്താമ്പി വരുന്നുണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറയില്ല, കോത്താമ്പി ഉണ്ടായിട്ട് പറയുന്നതല്ലോ. അതേപോലെ നബിക്ക് കഴിവില്ലാത്തതുകൊണ്ട് പറയല്ല, പക്ഷെ അവർ അമല് ചെയ്യാതെ പോയാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താണ് ബാക്കവി നിങ്ങൾ മനസ്സിലാക്കി വെച്ചത്? ഇങ്ങനൊക്കെ നിങ്ങൾ പറയാൻ പാടുണ്ടോ? അത് നിങ്ങൾ മനസ്സിലെത്തേണ്ട ഒരു കാര്യമാണ്. ഏതായിരുന്നാലും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഫലാ യംലികൂന കശ്ഫൽ ദുരിയാൻകും വലാ തഹ്ബീല എന്നതിന്റെ അടിസ്ഥാനത്തിൽ നബിക്ക് അത് കഴിയില്ല എന്ന് തന്നെയാണ്. ഇനി പരലോകത്ത് ചില ആളുകൾക്ക് സ്വർഗം കിട്ടിയ കഥ വഹീന്റെ അടിസ്ഥാനത്തിൽ നബി പറഞ്ഞിട്ടുണ്ട്. പരലോകത്തെ ശഫാഅത്തുണ്ട്. മരണപ്പെട്ട് കഴിഞ്ഞാൽ മഖ്ബൽ ആലമിൽ ബർസഖുകളുടെ ശഫാഅത്ത് അല്ല. അത് കറാമത്തിന്റെ കഴിവുകൊണ്ട് മുഴുസത്തിന്റെ കഴിവുകൊണ്ട് സഹായിക്കും എന്നുള്ളതൊക്കെയല്ല. ഖബറിൽ മുഴുസത്തില്ല, മരണത്തോടുകൂടി മുഴുസത്ത് മുറിഞ്ഞു പോകും എന്നല്ലേ അഹ്ലു സുന്നയുടെ ഇമാമുകൾ പഠിപ്പിച്ചത്? അറിയില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ഘട്ടങ്ങളിൽ നിങ്ങൾ ഞാൻ അതും പഠിപ്പിച്ചു തരാം. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്: വഹീന്റെ അടിസ്ഥാനത്തിൽ ചിലർ സ്വർഗത്തിലാണെന്നും ചിലർക്ക് ശഫാഅത്തുണ്ടെന്നും നബി അറിയും. അത് അറിഞ്ഞാൽ നബി അത് സന്തോഷ വാർത്തയായി അറിയിക്കും. ചിലരുടെ പേരെടുത്തുകൊണ്ട് അവർ സ്വർഗത്തിലാണെന്നും മറ്റു ചിലരുടെ പേരെടുത്തുകൊണ്ട് നരകത്തിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു സ്വർഗത്തിലാണെന്ന് പറഞ്ഞു, ഉമർ റളിയല്ലാഹു സ്വർഗത്തിലാണെന്ന് പറഞ്ഞു, അതേപോലെ അനസ് റളിയല്ലാഹു ശഫാഅത്തുണ്ടെന്ന് പറഞ്ഞു, ഫാത്തിമ ബീവിക്കും സ്വർഗമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വാക്കവി ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞത് വസ്തുതയാണ്. ലോകത്തെ എല്ലാവരും നബിക്ക് മുഴുസത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കാൻ കഴിയുമെന്ന് കരുതി വിളിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് വലാ അംലികു ലക്കും ലറം വലാ നഫഅ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ തൊട്ടിട്ടില്ല ആ വിഷയം. അത് ഇബാദത്ത് കുറഞ്ഞു പോകുമെന്ന് പേടിച്ച് നബി നുണ പറഞ്ഞതല്ല. നിങ്ങൾ നബി നുണ പറഞ്ഞതാണ് എന്നുള്ള ആരോപണമാണ് വ്യംഗ്യമായി ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് എന്ന ഗൗരവം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. നിർബന്ധമായി നിങ്ങൾ തിരുത്തണം. എന്റെ അടുത്ത ചോദ്യം ഇതാണ്: ഞാൻ ഫലാ യംലികൂന കശ്ഫൽ ദുരിയാൻകും വലാ തഹ്ബീല എന്ന് പറഞ്ഞല്ലോ, അത് അംബിയ ഔലിയാനെ സംബന്ധിച്ചാണ് എന്ന് മുഫസ്സിറുകളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് അവരെ ഇബാദത്ത് ചെയ്തുകൊണ്ട് വിളിച്ചാൽ അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. നേരെ മറിച്ച് അവർ വലിയാണ്, ശൈഖാണ്, മുഴുസത്ത് കൊണ്ട് സഹായിക്കും, കറാമത്ത് കൊണ്ട് സഹായിക്കും എന്ന് വിളിച്ച് ചോദിച്ചാൽ അവർക്ക് സഹായിക്കാൻ പറ്റും. അപ്പോൾ ഒരേ ആയത്തിന് രണ്ട് വ്യാഖ്യാനമായല്ലോ. ഇങ്ങനെയുള്ള ഈ ഇരട്ട വ്യാഖ്യാനം പ്രാമാണികമായി നൽകിയ ഒരു തഫ്സീർ ഏതാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രോതാക്കളെ, നമ്മുടെ ശംസുദ്ദീൻ മൗലവി സലഫി പക്ഷത്തിന്റെ ചോദ്യാവസരത്തിന്റെ പാതി പിന്നിടുമ്പോൾ വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നതായാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുണ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു എന്ന തരത്തിലാണ് ഇവിടെ പ്രിയങ്കരനായ മൗലവി സാഹിബ് സംസാരിച്ചിട്ടുള്ളത്. എൻ്റെ ശബ്ദം കേട്ടവർക്കും അറിയാം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പുത്രിക്ക് നല്ല പാഠം പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഹബീബിന് അയക്കപ്പെട്ടത് നല്ല പാഠങ്ങൾ പഠിപ്പിക്കാനായിരുന്നു. ഈ കാര്യമാണ് ഞാൻ അവിടെ വളരെ ബഹുമാനത്തോടു കൂടെയും ആദരവോടുകൂടെയും പറഞ്ഞത്. പക്ഷേ അതിനെയാണ് പ്രിയങ്കരനായ സുഹൃത്ത് ഏത് തരത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുണ പറഞ്ഞു, നബി തങ്ങൾ നുണ പറയുന്നവനാണ് എന്നിവിടെ മുസ്ലിയാർ പറഞ്ഞു എന്നൊക്കെ ഇവിടെ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് നല്ല ഭാഷയിൽ. മാഷാ അല്ലാഹ്. ഏതായാലും അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. അത്തരത്തിലുള്ള ഒരു പരാമർശങ്ങളിലേക്ക് ഞാൻ ഏതായാലും കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൃത്യമായി അറിയാം, സയ്യിദത്തു നിസാഇൽ ജന്ന, സ്വർഗവാസികളായ സ്ത്രീകളുടെ നേതാവാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ എന്ന കാര്യം അറിയാത്തയാളല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാണ് അവിടുന്ന് പറഞ്ഞത്, മോളെ ഇതൊക്കെ ആയിരുന്നാലും അമല് കുറഞ്ഞു പോണ്ട, അമല് കുറയണ്ട, ബാപ്പ കാര്യപ്പെട്ട ആളാണ് എന്ന് കരുതി അമല് കുറക്കണ്ട, അല്ലെങ്കിൽ ബാപ്പയുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിൽ റബ്ബിന്റെ ഹുക്കൂക്കുകളൊന്നും വീട്ടാതിരിക്കണ്ട എന്ന തരത്തിൽ ആ ഒരു നല്ല പാഠം ഹബീബ് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അതിനെയാണ് നമ്മുടെ പ്രിയങ്കരനായ മൗലവി, ദുർവ്യാഖ്യാനം എന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളെ ഞാൻ അത്തരത്തിൽ ഇകഴ്ത്താനും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാത്രമാണെന്ന് നല്ല ഭാഷയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അവിടെ പറഞ്ഞിരുന്നു, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് സഅൽതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
അൻ യശ്ഫഅ ലി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നബിയെ ശഫാഅത്ത് ചെയ്യണേ എന്ന് പറഞ്ഞപ്പോ നബി എന്താ പറയേണ്ടിയിരുന്നത്? നിനക്കറിയില്ലേ, നിങ്ങളുടെ വാദപ്രകാരം നിനക്കറിയില്ലേ അനസേ, ഞാൻ എൻ്റെ മകളോട് പറഞ്ഞത് ഞാൻ ഉണ്ടാകൂല, എനിക്കൊന്നിനും കഴിയൂല എന്നാണ് ഞാൻ എൻ്റെ മകളോട് പറഞ്ഞിട്ടുള്ളത്. അത് നിനക്കറിയില്ലേ? പിന്നെയാണോ നിന്റെ കാര്യം നീ നോക്കിക്കോ എന്നല്ലേ ഹബീബ് പറയേണ്ടത്? മറിച്ച് ഹബീബ് പറഞ്ഞത് അന ഫാഇലു, ഞാൻ ചെയ്യുമെന്നാ പറഞ്ഞത്. എവിടെയൊക്കെ തേടണമെന്ന് പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്തൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു, അവിടെയൊക്കെ മോനെ അനസേ നോക്കിക്കോ, നിന്റെ കാര്യം ഇൻഷാ അല്ലാഹ് ഞാൻ നിനക്ക് ശഫാഅത്ത് ചെയ്യും, ഞാൻ ചെയ്യുമെന്നാ ഹബീബ് പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ മഹാനായ ഇമാമുന റാസി റഹിമഹുല്ലയെ നിങ്ങൾ പച്ചയ്ക്ക് തള്ളി. നിങ്ങൾക്ക് ആ വല്ലാത്ത വിഷമം ആ വിഷയത്തിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം ഇമാം റാസി തെളിവല്ല എന്ന് നിങ്ങൾ കൃത്യമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞില്ലേ. ഇമാം റാസി പ്രമാണമല്ല. എന്തുകൊണ്ട് പ്രമാണമല്ല? ഇമാം റാസി നിങ്ങൾക്കെതിരെ പറഞ്ഞു. ഇനി ഇമാം തൊബരിയെ പറഞ്ഞാൽ ഇമാം തൊബരി പ്രമാണമല്ല. പിന്നെ ആരാ പ്രമാണം? ഇത് സാക്ഷാൽ ചേകന്നൂരിസത്തിലേക്കല്ലേ നിങ്ങൾ പോകുന്നത്? ഞാൻ നിങ്ങളെ ആക്ഷേപിക്കുകയല്ല, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. സാക്ഷാൽ ചേകന്നൂരിസത്തിലേക്കല്ലേ നിങ്ങളുടെ പോക്ക്? ഒരൊറ്റ മുഫസ്സിറിനെയും നിങ്ങൾ സ്വീകരിക്കൂല. നിങ്ങൾക്കെതിരെ ആരൊക്കെ സംസാരിച്ചുവോ നിങ്ങളുടെ ഇച്ഛക്കനുസരിച്ച്, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പറയുന്നവരെ മാത്രം സ്വീകരിക്കുക. നിങ്ങൾക്ക് എതിരെ സംസാരിക്കുന്നവരെ മുഴുവനും പ്രമാണമല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വലിച്ചെറിയുകയല്ലേ ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇവിടെ ചോദിക്കുന്നുണ്ടല്ലോ മുഫസ്സിരീങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, ഖുർആനിൽ നിന്ന് 6660 ചില്ലാനം ആയത്തുകൾ അല്ലെങ്കിൽ 6000 ചില്ലാനം ആയത്തുകൾ ഖുർആനിൽ ഉണ്ടല്ലോ. ഈ ആയത്തുകളിൽ പലതും നിങ്ങൾ ഇസ്തിഗാസക്ക് വിരുദ്ധമായി ഓതാറുമുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ചോദ്യമല്ല പറയട്ടെ, ദുനിയാവിൽ ആകാശത്തിന് താഴത്തുള്ള ഒരൊറ്റ തഫ്സീറിന്റെ കഷ്ണം ഉദ്ധരണി പോലും ഇല്ലേ മൗലവി? മരണപ്പെട്ടു പോയ മഹത്തുക്കളെ വിളിച്ച് സഹായം തേടൽ ശിർക്കാണെന്നതിന് ഈ ആയത്തിൽ രേഖ പറഞ്ഞ ഒരൊറ്റ ഇമാമും അള്ളാന്റെ ദുനിയാവിൽ ഇല്ലേ? ഇല്ല. അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ഏതുപോലെ വിളിച്ചു പ്രാർത്ഥന എന്ന പ്രയോഗത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചതുപോലെ ഇമാമിങ്ങളുടെ വിഷയത്തിലും നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി, തഫ്സീറിന്റെ കാര്യത്തിലും നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. ഒരൊറ്റ കിതാബിന്റെ ഒരു അരക്കഷ്ണം ഉദ്ധരണി പോലും ഇല്ലേ മൗലവി? നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുകയുമില്ല. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. നേരത്തെ നിങ്ങൾ ഇതേ ആയത്ത് ഓതിയപ്പോ ലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല എന്ന ആയത്ത് നിങ്ങൾ നേരത്തെ ഓതിയപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ജിന്നും മലക്കും സഹായിക്കും, അദൃശ്യ ശക്തികളായ ഇവകളുടെ സഹായം മനുഷ്യന്മാർക്ക് ലഭിക്കും, പല ആപൽ ഘട്ടങ്ങളിലും മനുഷ്യന്മാരെ സംരക്ഷിക്കും എന്നൊക്കെ വാദിച്ചുകൊണ്ട് അതിനുവേണ്ടി എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, അഥവാ നമ്മുടെ ശംസുദ്ദീൻ പാലത്ത് മൗലവി, അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ കഴിയും ലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല എന്ന ആയത്തിന്റെ വിധാനത്തിൽ നിന്നുകൊണ്ട് ജിന്നും മലക്കും സഹായിക്കൂല? ജിന്നും മലക്കും സഹായിക്കുമെന്നതിന് നിങ്ങളുടെ തന്നെ വീഡിയോ റെക്കോർഡുകൾ എത്രയോ തെളിവല്ലേ? ജിന്നും മലക്കും സഹായിക്കുമെന്ന് പറയുന്ന നിങ്ങൾ ഇവിടെ വന്നപ്പോ പറയുന്നു ജിന്നും മലക്കും സഹായിക്കൂല. അവരോട് കൂടെ അംബിയായിനെയും മൗലിയായിനെയും നിങ്ങൾ ഏച്ചു കെട്ടിക്കൊണ്ട് പറയാൻ സഹായിക്കൂല. അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങളത് പരാമർശിച്ചത് കണ്ടില്ല. നിങ്ങളുടെ സംസാരത്തിന്റെ ഭാഗത്ത് നിങ്ങളത് പറഞ്ഞിട്ടും ഇല്ല. അപ്പൊ ഞാൻ നേരത്തെ തന്നെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞു, ലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല. ജിന്നും മലക്കും അംബിയാവും ഔലിയാവും എല്ലാവരും അല്ലാഹുവിന്റെ ഇതിന് ഇറാദത്തിന് വിധേയമായി അവരിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചാൽ അത് അബദ്ധമാണെന്നോ തെറ്റാണെന്നോ കുറ്റമാണെന്നോ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇല്ല. ഒരാളും അത് പറഞ്ഞിട്ടില്ല. കൃത്യമായി പറഞ്ഞാൽ ഖുർആനിലുള്ള ഒരൊറ്റായത്തിന്റെ വെളിച്ചത്തിലോ തഫ്സീറുകളുടെ വെളിച്ചത്തിലോ ഏതെങ്കിലും ഒരു അരക്കഷ്ണം ഹദീസിന്റെ വെളിച്ചത്തിലോ ഒരു മുഹദ്ദിസിന്റെ അരക്കഷ്ണം വാക്കിന്റെ ഉദ്ധരണിയുടെ പിൻബലത്തിലോ അത് തെളിയിക്കാൻ ഒരാൾക്കും സാധ്യവും അല്ല. മറിച്ച് വെറും കെട്ടിച്ചമച്ച് പറയുന്ന ആരോപണങ്ങൾ മാത്രമാണ്. ആ ആരോപണങ്ങളെല്ലാം വളരെ വളരെ ബാലിശമായ ആരോപണങ്ങൾ മാത്രമാണെന്ന് സഹോദരനെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല എല്ലാവർക്കും ഇൽമും ഇസ്സത്തും നാഫിആയ ഇൽമും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അല്ല ബാക്കവി, എന്റെ ചോദ്യത്തിൽ ഉത്തരവിടെ ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല, ദുരിതം നീക്കാൻ കഴിയുകയില്ല എന്ന പ്രസ്താവന അവിടെ നിൽക്കുന്നു. കഴിയും എന്ന് നിങ്ങൾ പറയുന്നു, കഴിയുകയില്ല എന്ന് അള്ളാഹു പറയുന്നു. അപ്പോൾ കഴിയും എന്നുള്ളത് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ കള്ളമാണ് പറയുന്നത്. അതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആര് വിളിച്ചാലും ഉത്തരം ചെയ്യാനും ഹിദായത്ത് കൊടുക്കാനും നരകമോചനം കൊടുക്കാനും പാപമോചനം കൊടുക്കാനും കഴിയും എന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ നരകമോചനം കൊടുക്കാൻ കഴിയുകയില്ല എന്ന് വലാ അംലികു ലക വലാ നഫഅ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറഞ്ഞു എന്നുള്ളത് ഒന്നുകൂടി സ്ഥിരപ്പെടുകയാണ്. നിങ്ങളത് തൊട്ടിട്ടില്ല. ബാക്കി കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. ഇതൊരു വസ്തുതയാണോ, കൃത്യമായ പ്രസ്താവനയാണോ ഫലാ യംലികൂന കശ്ഫൽ ദുർരി എന്നുള്ളത്, വലാ അംലികു ലക വലാ നഫഅ എന്നുള്ളത്? ഇപ്പോഴും നിങ്ങളത് തൊട്ടിട്ടില്ല. എന്റെ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്.
അപ്പൊ ഇബാദത്ത് ചെയ്താൽ കഴിവില്ലാതാകും എന്നൊരു വിശദീകരണം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതാരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു വാദം എനിക്ക് ഉണ്ടെന്ന് പറയാൻ പോലും നിങ്ങളുടെ നാവ് പൊങ്ങുന്നില്ല. ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ നിങ്ങൾ പതറിപ്പോയി. രണ്ടാമത്തെ ചോദ്യം വന്നപ്പോഴേക്കും നിങ്ങളുടെ വൈരുദ്ധ്യം ഇവിടെ പിടികൂടപ്പെട്ടു. അതിൽ നിന്നുള്ള ആ ഒരു ജാള്യം മറയ്ക്കാൻ വേണ്ടി എന്റെ പേരിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രസ്താവിക്കുന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കുടുങ്ങിയ കുഞ്ഞിരായും കുടുക്കിൽ നിന്ന് ഇപ്പോഴും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് അർത്ഥം. മുസ്ലിയാരെ, നിങ്ങളുടെ വിശ്വാസം അമ്പിയാക്കൾ മോചിതത്തിന്റെ കഴിവ് കൊണ്ടും ഔലിയാക്കൾ കറാമത്തിന്റെ കഴിവ് കൊണ്ടും ലോകത്തിന് എത്രായിരം ആളുകൾ ഒരേ സമയത്ത് എത്രായിരം ഭാഷയിൽ വിളിച്ചാലും അതൊക്കെ മരിച്ചു മറമാടപ്പെട്ടു പോയ അമ്പിയ ഔലിയാക്കൾ കേൾക്കുമെന്നും അവർക്ക് അള്ളാഹു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യഥേഷ്ടം അള്ളാഹു കഴിവ് കൊടുക്കുമെന്നതിനാൽ ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിച്ച് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ അവർ നിർവഹിച്ചു തരും എന്നുമുള്ളതാണ് നിങ്ങളുടെ വിശ്വാസം. എന്നാൽ മുഅ്ജിസത്ത് അത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അമ്പിയാക്കൾക്ക് ലഭിക്കുന്നതാണ്, മരണശേഷമില്ല. അതേ പ്രകാരം തന്നെ കറാമത്ത്, നമ്മുടെ തർക്കത്തിലിരിക്കുന്ന ഇഖ്തിയാരിയായ കറാമത്ത് എന്ന് പറയുന്നത് തീർച്ചയായും അത് ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ സാധ്യതയുള്ളൂ. കാരണം ദാറു തക്ലീഫിൽ ആയിരിക്കുക എന്നത് കറാമത്തിന്റെ ഒരു ഷർത്താണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ബുസ്താനുൽ ആരിഫിൽ പറഞ്ഞത് വതഹ്സുലു ഫീ സമനി തക്ലീഫ്, ദുനിയാവിലാണ്, ഭൗതിക ലോകത്താണ്, ഭൗതിക കാലഘട്ടത്തിലാണ് ഈ ഒരു കറാമത്ത് സംഭവിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇമാം മഖ്രീസി റഹിമഹുല്ലയും അതേപോലെ ഇമാം ബഗ്ദാദിയും ഒക്കെ പറയുന്നത് മുഅ്ജിസത്തിനെ കുറിച്ച് പറയുന്നിടത്ത് അത് അംറുൻ യൽഹറു ബിഖിലാഫിൽ ആദത്തി ഫീ ദാരി തക്ലീഫ്, ദാറു തക്ലീഫിൽ പതിവിനെതിരായി പ്രത്യക്ഷമാകുന്ന ഒരു കാര്യമാണ് എന്നാണ്. അപ്പൊ ദാറു തക്ലീഫിലാണ്, ദാറുൽ ബർസഖിലല്ല, ആലമുൽ ബർസഖിലല്ല എന്ത് ഈ മുഅ്ജിസത്ത് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് ദുനിയാവിലാണ് എന്ന് പറഞ്ഞു. അതിന്റെ ലക്ഷ്യവും പഠിപ്പിച്ചു. അതേപോലെ തന്നെ ബുസ്താനുൽ ആരിഫിൽ ഒന്നുകൂടി ക്ലിയർ ആയി പറഞ്ഞു, വലാ ബുദ്ദ മിൻ അൻ തകൂനൽ കറാമത്തു ഫിഅലൻ നാഖിലൻ ലിൽ ആദത്തി ഫീ അയ്യാമി തക്ലീഫ്, ഭൗതിക ലോകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കണം കറാമത്ത് എന്നത് നിർബന്ധമാണ്. അപ്പൊ ഭൗതിക ലോകത്തായിരിക്കണം കറാമത്ത് എന്നത് നിർബന്ധമാണ്. അപ്പൊ അത് ആലമുൽ ബർസഖിലല്ല, മരണശേഷമല്ല എന്ന് ബുസ്താനുൽ ആരിഫിൽ ഇമാം നവവി 162 പറഞ്ഞു അല്ലെ. ഇനി നിങ്ങൾ നോക്കൂ, ഇമാം നവവി തന്നെ അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിമിൽ പറയുന്നത് മുഅ്ജിസത്തുകളെ കുറിച്ച് പറയുന്നത് ഇൻഖറലത്ത് ബിൻഖിറാലി അൾസ്വാരിഹിം എന്നാണ്. അന്ന മുഅ്ജിസാത്തുൽ അംബിയ, അംബിയാക്കളുടെ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് അവരുടെ കാലഘട്ടം കഴിഞ്ഞതോടെ കഴിഞ്ഞുപോയി, അവരുടെ കാലഘട്ടം കഴിഞ്ഞതോടെ കഴിഞ്ഞുപോയി. അതുകൊണ്ട് എന്റെ ചോദ്യം, മരണശേഷം മുഅ്ജിസത്ത് ലഭിക്കില്ല എന്ന് ശറഹ് മുസ്ലിമിൽ ഇമാം നവവി റഹിമഹുല്ലാഹ് എഴുതിയത് തെറ്റാണോ? ദാറു തക്ലീഫിൽ കറാമത്ത് ആയിരിക്കൽ നിർബന്ധമാണ്, അല്ലാതെ ആലമുൽ ബർസഖിലല്ല എന്ന് ഇമാം നവവി ബുസ്താനുൽ ആരിഫിൽ പറഞ്ഞത് തെറ്റാണോ? എന്റെ ചോദ്യം ഇതാണ്, ആലമുൽ ബർസഖിൽ മുഅ്ജിസത്ത് കറാമത്ത് ഉണ്ടാകില്ലെന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ്, ഇമാം മഖ്രീസി റഹിമഹുല്ലാഹ്, ഇമാം ബഗ്ദാദി റഹിമഹുല്ലാഹ് തുടങ്ങിയവർ വ്യക്തമാക്കിയത് അവരുടെ കളവോ അതല്ല അബദ്ധമോ നിങ്ങളത് വ്യക്തമാക്കണം. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞത് അനസ് റളിയല്ലാഹു അൻഹു ശഫാഅത്ത് ആവശ്യപ്പെട്ടപ്പോൾ നബി ചെയ്യാമെന്ന് പറഞ്ഞത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പിതാവ് നരകത്തിലാണ് എന്ന് പറഞ്ഞത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള ആളുകൾ സ്വർഗ്ഗത്തിലാണ് എന്ന് പറഞ്ഞത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അത് ജീവിച്ചിരിക്കുന്ന സമയത്ത് വഹി ഉണ്ടാകാനും അതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാനും സാധ്യതയുണ്ട്. മരണപ്പെട്ടതിന് ശേഷവും അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കാൻ അതവിടെ തെളിവാകും. പരലോകത്തുള്ള അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾക്ക് വേണ്ടി നബി ശഫാഅത്ത് ചെയ്യുന്നതാണോ? നിങ്ങൾ യഥേഷ്ടം ശഫാഅത്ത് ചെയ്യും എന്ന വിശ്വാസത്തിൽ ദുനിയാവിൽ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനും ഇസ്തിഗാസത്തിനും തെളിവ് ഏതായിരുന്നാലും ശരി, വല അംലിക്കു ലക ലറൻ വല നഫഅ എന്ന് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു. ഫലാ യംലികൂന കശ്ഫൽ ദുരിയ അൻകും വ തഹ്വീല എന്ന് നിങ്ങൾ തൊട്ടില്ല. ജിന്നും മലക്കും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ അത് ചോദിക്കാൻ പറ്റുമെന്ന മറുചോദ്യം കൊണ്ട് ഓട്ടയടക്കാൻ കഴിയില്ല. അത് എന്നോടുള്ള ചോദ്യാവസരത്തിൽ നിങ്ങൾ ചോദിച്ചോളൂ, ഞാനത് പറയും. നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, ജിന്നുകളാകട്ടെ, മലക്കുകളാകട്ടെ, അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ഈ ലോകത്തിന്റെ ഏത് ദിക്കിൽ നിന്ന് എത്രായിരം ആളുകൾ അവരെ വിളിച്ചാലും അതൊക്കെ ഒരുമിച്ച് കേൾക്കാനും വേർതിരിച്ച് മനസ്സിലാക്കാനും അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് അവരുടെ ആ പ്രാർത്ഥനയ്ക്ക് ഇസ്തിഗാസക്ക് ഉത്തരം കൊടുക്കാനും ജിന്നുകൾക്കോ മലക്കുകൾക്കോ കഴിയുമെന്ന് ഒരു കാലത്തും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അതൊരു മറ്റൊരു വിഷയമാണ്. നിങ്ങൾ മനഃപൂർവ്വം വഴിതെറ്റിക്കാൻ വേണ്ടി അത്തരം വിഷയം കൊണ്ടുവരികയാണ് എന്ന് ശ്രോതാക്കളും മനസ്സിലാക്കുന്നുണ്ട്. വിഷയവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ആ ഒരു നിങ്ങൾ വിശ്വസിക്കുന്ന ഈ വിശ്വാസത്തോടു കൂടി ജിന്നിനെ ആര് വിളിച്ചാലും മലക്കിനെ ആര് വിളിച്ചാലും അത് ശംസുദ്ദീൻ ബാലത്ത് വിളിച്ചാലും അത് ശിർക്ക് തന്നെയാണ് എന്ന കാര്യം ഞാൻ ആണയിട്ട് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ എന്റെ ചോദ്യത്തിന് മറുപടി പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മൗലവി സാഹിബ്, നിങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി ഉദ്ധരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവാതെ പോകുന്നത് എന്തേ? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല എന്ന് നിങ്ങൾ ഓതിയ ആയത്ത് പ്രകാരം നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, അതിൽ ജിന്ന്, ഇൻസ്, അംബിയാ, അതുപോലെ തന്നെ അസ്നാം എല്ലാം ഉൾപ്പെടുമെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. എന്നാൽ അദൃശ്യ ശക്തികളായ ജിന്നും മലക്കും സഹായിക്കും എന്നും നിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ, നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അതിന് വാദിക്കുന്നവരാണല്ലോ. അപ്പോ ഇപ്പറഞ്ഞതിൽ നിന്ന് ജിന്നിനെയും മലക്കിനെയും നിങ്ങൾ മാറ്റി നിർത്തുന്നുണ്ട്. അതിന് നിങ്ങൾ എന്ത് ന്യായമാണ് പറയുന്നത്? നിങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ ഇതിന് ഇറാദത്തിന് വിധേയമായവർ സഹായിക്കും എന്നല്ലേ നിങ്ങൾ അതിന് ന്യായം പറയുന്നത്? ഈ ന്യായം തന്നെയാണ് അംബിയാഇനും ഔലിയാഇനും ഞങ്ങളും വകവെച്ച് കൊടുക്കുന്നത്. ഈ ന്യായം, ഈ മറുപടി ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു.
നിങ്ങൾക്ക് എന്തേ അത് മനസ്സിലാകാതെ പോകുന്നത്? അതല്ല, നിങ്ങൾ പറയൂ ജിന്നും മലക്കും ഒന്നും സഹായിക്കില്ല എന്ന വാദം നിങ്ങൾക്കുണ്ടോ? ലാ യംലികൂന കശ്ഫദ്ദുർരി അൻകും വലാ തഹ്വീല എന്ന് പറഞ്ഞതിൽ ജിന്നും മലക്കും പെടൂല എന്ന് നിങ്ങൾ മാറ്റി പറയുന്നുണ്ടോ? ജിന്നും മലക്കും പെടുമെങ്കിൽ, അവരൊക്കെ സഹായിക്കുമെങ്കിൽ, അതൊക്കെ ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എങ്കിൽ അതിന് എന്ത് ന്യായമാ നിങ്ങൾ പറയുന്നത്? അതേ ന്യായം തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള മറുപടിയും. ഇത് ഞാൻ കൃത്യമായി പറഞ്ഞതാണ്. പിന്നെ നമ്മുടെ മൗലവി സാഹിബ് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ സംസാരത്തിൽ ആകെ പ്രയാസപ്പെടുന്നുണ്ട് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ലാ യംലികൂന കശ്ഫദ്ദുർരി അൻകും വലാ തഹ്വീല എന്ന ആയത്ത് അത് മാത്രാക്കണ്ട, ഖുർആനിൽ 6000 ചില്ലാനം ആയത്തുകൾ ഒന്നിനെപ്പോലും വിശദീകരിച്ച് മഹാരഥന്മാരായ ഇമാമീങ്ങള് ആകാശത്തിന് ചുവട്ടിലുള്ള ഒരൊറ്റ തഫ്സീറിൽ പോലും അത് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്നതിന് രേഖയാക്കി ഉദ്ധരിച്ചിട്ടേ ഇല്ല. ഇത് ഞാൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് നന്നായിട്ട് ഏറ്റിട്ടുണ്ട് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ നിങ്ങൾ ടച്ച് ചെയ്യുന്നില്ല. പിന്നെ ഇപ്പൊ നിങ്ങൾ പറയണത് എന്താ? ദാറു തക്ലീഫിലാവണം കറാമത്തും മുഅ്ജിസത്തും, ആഖിറത്തിലുള്ളതിന് കറാമത്ത് മുഅ്ജിസത്ത് എന്ന് പറയൂല. കറാമത്ത് മുഅ്ജിസത്തും അവിടെ ഉണ്ടാകൂല എന്നാ നിങ്ങൾ പറയണത്. അല്ല, അതിന് പേര് മുഅ്ജിസത്ത് എന്ന് പറയില്ല എന്നോ? എന്താ നിങ്ങൾ പറയണത്? ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായ നബിയാൻ. നിങ്ങൾക്ക് ഉറപ്പല്ലേ? വഫാത്തായ നബിയാൻ ഉറപ്പല്ലേ നിങ്ങൾക്ക്? ആണ്. എന്നാ റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫിൽ ഖബർ, ഖബറിൽ മൂസാ നബി നിസ്കരിച്ചിട്ടുണ്ട്. മൗലവി, ഖബറിൽ മൂസാ നബി നിസ്കരിച്ചിട്ടുണ്ട്. ഇതെന്താ ഹർഖുല്ലാദത്താണോ? അല്ലേ? എന്താ നിങ്ങൾ പറയുന്നത്? ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീസ് അല്ലേ? അതോ നിങ്ങൾ തള്ളിക്കളയുന്നോ? മുസ്ലിം വറോലയാന്ന് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ എന്തേ ഇത്തരത്തിലായി പോയി? ഞാൻ പറയട്ടെ, വളരെ ഖേദകരമാണ് നിങ്ങളുടെ കാര്യം. റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫിൽ ഖബർ, ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. റസൂലുള്ളാഹി കണ്ടതാ മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത്. ഇത് എന്താണ്? ഇത് ഹർഖുല്ലാദത്തല്ലേ? ഇത് അംബിയാഇന്റെ കരങ്ങളിലൂടെ അല്ലാഹു തആല വെളിപ്പെടുത്തി കൊടുത്തതല്ലേ? എന്താണ് നിങ്ങൾ പറയുന്നത്? ഇമാം നബവി പറഞ്ഞത് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇമാം നബവി ഈ ഹദീസ് കാണാത്തയാളല്ല. ഈ ഹദീസിന് ശർഹ് എഴുതിയ മഹാനാണ്. ആ ഖബറിൽ നിന്ന് മൂസ നബി അലൈഹിസ്സലാം 7 ആകാശത്തേക്ക് കുതിക്കുന്ന സെക്കൻഡുകളെ കൊണ്ട്. എന്നിട്ട് ഇബ്നു തൈമിയ്യ അടക്കം ഈ വിഷയം പറഞ്ഞിട്ട് പറയാ, ഖബറിൽ മൂസാ നബി നിസ്കരിക്കുന്നുണ്ട്. 7 ആകാശത്തേക്ക് റസൂലുള്ളാഹി ബുറാഖുമ്മൽ എത്തുമ്പോഴത്തേക്ക് മൂസാ നബി അലൈഹി സ്വലാം ബുറാഖിന്റെ പോലും ആവശ്യമില്ലാതെ 7 ആകാശത്തേക്ക് എത്തി. ഏതാ സ്പീഡ്? ഏത് സ്പീഡിലാ എത്തിയത്? എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ച് പറയാ, ഇത് എതിരല്ലോ, ഇതൊന്നും എതിരല്ല മുജാഹിദ്, ഇതൊന്നും എതിരല്ല. ഖബറിൽ നിസ്കരിക്കുന്ന മൂസാ നബിനെ കണ്ട റസൂലുള്ളാഹി 7 ആകാശത്തേക്ക് എത്തുമ്പോഴത്തേക്ക് മൂസാ നബി അവിടെയും. ഇതൊന്നും മഹാന്മാരുടെ ലോകത്ത് എതിരുള്ള വിഷയമല്ല. ഇതൊന്നും കറാമത്ത് മുഅ്ജിസത്തും അല്ലേ? നിങ്ങൾ എന്താ പറയണത്? ദുനിയാവിൽ മാത്രമേ, മരണത്തിന് മുമ്പ് മാത്രമേ കറാമത്ത് ഉണ്ടാകൂ എന്നാണോ നിങ്ങൾ പറയണത്? ഇന്നാലില്ലാ. പിന്നെ ബഹുമാനപ്പെട്ട ഇമാം നബവി പറഞ്ഞത്, വഫാത്തിന് ശേഷം തഹദ്ദിയുടെ ലോകമല്ലാത്ത സ്ഥലത്ത് അതിന് മുഅ്ജിസത്ത് എന്ന സാങ്കേതിക പദം ഉപയോഗിക്കുമോ ഇല്ലേ? അവിടെയാണ് ഇമാം നബവിയുടെ ചർച്ച. ചില സ്ഥലങ്ങളിൽ ചില ഇമാമീങ്ങൾ മുഅ്ജിസത്തിന് കറാമത്ത് എന്നും കറാമത്തിന് മുഅ്ജിസത്ത് എന്നും, അതുപോലെ തന്നെ അംബിയാഇന് നബുവത്ത് ലഭിക്കുന്നതിന് മുമ്പുണ്ടായ ചില സംഭവ വികാസങ്ങൾ, ഖവാരിഖുൽ അദാത്തുകൾക്കെല്ലാം മുഅ്ജിസത്ത് എന്ന പദപ്രയോഗം നടത്താറുണ്ട്. അതൊക്കെ തസാഹുലിന്റെ ബാബിലാണ്. അതൊക്കെ തസാഹുലിന്റെ. ഈ വിഷയങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല. അറിയാത്തത് കൊണ്ട് നിങ്ങൾ പറയുന്ന അബദ്ധങ്ങളാണ്. അല്ലാതെ ഇമാം നബവി മരണത്തിന് ശേഷം കറാമത്ത് ഉണ്ടാകൂല എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് സാധ്യവും അല്ല. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. നമ്മുടെ മൗലവി സാഹിബ് വല്ലാത്തൊരു അബദ്ധത്തിലാ ഉള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് മഹ്ശറിൽ ഷഫാഅത്തിനെ തേടി, മഹ്ശറിൽ എനിക്ക് ഷഫാഅത്ത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതാണോ ദുനിയാവിൽ തേടാനുള്ള രേഖ എന്ന് നിങ്ങൾ ചോദിച്ചു. നിങ്ങൾ എന്നോട് ദുനിയാവിൽ ഇസ്തിഗാസ റസൂലുള്ളാഹിനോട് ചെയ്യാനുള്ള രേഖ എന്നോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ സ്വപ്നം കണ്ടതാണോ എന്ന് സംശയം. ഇപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുകയാണ്. എന്നാ പിടിച്ചോ. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുല്ലാ വറഫഅനാ ലക ദിക്റക് എന്ന ആയത്തിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുന്നത് കാണാം. ബലിൽ ഉലമാഉ വസ്സലാത്തീനു യസിലൂന ഇലാ ഖിദ്മതിക വയുസല്ലിമൂന മിൻ ബറാഇൽ ബാബി അലൈക വയംസഹൂന വുജൂഹഹും ബിതുറാബി റൗദതിക യർജൂന ശഫാഅതക വശറഫക ബഖിൻ ഇലാ യൗമിൽ ഖിയാമ
എന്താ പറഞ്ഞത്? നബിയെ, വലിയ വലിയ പണ്ഡിതന്മാര്, വലിയ വലിയ രാജാതിരാജന്മാര്, വലിയ വലിയ രാജാക്കന്മാര് എല്ലാവരും അങ്ങയുടെ ഖിദ്മത്തിലേക്ക്, അങ്ങയുടെ ഖബർ ഷരീഫിന്റെ അടുക്കലേക്ക് വരുന്നു. എന്നിട്ടോ വയുസല്ലിമൂന മിൻ വറാഇൽ ബാബി അലൈക്, നബിയെ ഒരു വാതിലിന്റെ ഇപ്പുറത്ത് നിന്ന് അങ്ങയുടെ മേലിൽ സലാം ചൊല്ലുന്ന, എന്നിട്ടോ വയംസഹൂന വുജൂഹഹും ബിതുറാബി റൗളതിക്, നബിയെ അങ്ങയുടെ ഖബർ ഷരീഫിന്റെ അടുക്കലുള്ള മണ്ണ് കൊണ്ട് അവര് മുഖം തടവുന്നു. എന്തിനാണെന്നറിയുമോ? യർജൂന ശഫാഅതക്, അവരൊക്കെ വരുന്നത് ധാരാളം പ്രതിസന്ധികളിലാണ്. ദുനിയവിയും ഉഖ്റവിയുമായ ഒരുപാട് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പെട്ടുകൊണ്ടാണ് അവർ വരുന്നത്. നബിയെ, അങ്ങ് അതിനൊക്കെ റബ്ബിനോടൊന്ന് ശഫാഅത്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. നബിയെ, വശറഫുക ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ, അങ്ങയുടെ ശറഫ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഇത് മുഅ്മിനീങ്ങളുടെ ചര്യയാണ്, ഇത് മുഅ്മിനീങ്ങളുടെ ചര്യയാണ്. ഹബീബിന്റെ ശഫാഅത്ത് കൊതിച്ച് റസൂലുള്ളാഹിന്റെ റൗളയിൽ ചെന്ന്, ഖബർ ഷരീഫയുടെ അടുക്കൽ ചെന്ന് നബി തങ്ങളോട് ആവലാതി പറഞ്ഞ് ശഫാഅത്ത് തേടൽ മുഅ്മിനീങ്ങളുടെ ചര്യയാണ്. ഇമാം റാസി രേഖപ്പെടുത്തുന്നു. എന്ത് പറയാനുണ്ട്? ദുനിയാവെന്ന് ചോദിക്കുന്ന കാര്യം, റസൂലുള്ളാഹിന്റെ ഖബറിങ്ങ ചെന്ന് ചോദിക്കുന്ന കാര്യം, അവിടുത്തെ മണ്ണെടുത്ത് ചുംബിച്ച് മുഖത്തെ തടവി ചോദിക്കുന്ന കാര്യം, ഇമാം റാസി ഖുർആൻ തിരിയാത്ത ആളാണോ? ഖുർആനിന് ലോകപ്രസിദ്ധമായ വിശ്വവിഖ്യാതമായ മഫാത്തിഹുൽ ഗൈബ് എന്ന ഗ്രന്ഥം എഴുതിയ മഹാൻ, ആ മഹാനേക്കാളും ഖുർആൻ തിരിഞ്ഞവർ നിങ്ങളാണോ? അതുകൊണ്ട് സഹോദര, അബദ്ധത്തിൽപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ. തിരുത്താൻ തയ്യാറാവുക. എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുജാഹിദുകളും തിരുത്താൻ തയ്യാറാവുക. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം നബി തങ്ങളോട് ചോദിക്കുന്നതിന് ദുനിയാവിലുള്ള ഒരൊറ്റ ഇമാമും എതിര് പറഞ്ഞിട്ടില്ല. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.